സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പിൻ. എല്ലാ വാക്യവും വായിച്ച് സമയം കളയുന്നില്ല. 17, 18 വാക്യം വായിച്ചോ മോളെ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. മന്നവേന്ദ്ര സാദരം നമോ നമോ, മന്നവേന്ദ്ര സാദരം നമോ നമോ. മനുകുലത്തിന് വലിയ രക്ഷ നൽകി ദയാപര, മനുകുലത്തിന് വലിയ രക്ഷ നൽകി ദയാപര. വാഴ്ത്തുന്ന ചേർന്ന് പാടും. വാഴ്ത്തുനായക ജീവനേ എൻ ജീവനെ നമോ നമോ, ജീവനേ എൻ ജീവനെ നമോ നമോ. ആനന്ദ പ്രദന കൃപാകരം, ആനന്ദ പ്രദന കൃപാകരം. വാഴ്ത്തുനായക ഞങ്ങളിൽ വാഴ്ത്തും നായക. പാപനാശകാരണ നമോ ആമേ, പാപനാശകാരണ നമോ നമോ. പാപനാശകാരണ നമോ നമോ, പാപനാശകാരണ നമോ നമോ. പാരിൽ നരനായുദിച്ച പരാപര പൊരുളേ, പാരിൽ നരനായുദിച്ച പരാപര പൊരുളേ. നീ വാവാനോ വാഴ്ത്തും നായക ഞങ്ങളിൽ വാവാനോ വാഴ്ത്തും നായക. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 22 വരെയുള്ള തിരുവെഴുത്താണ് വായിച്ചത്. ഇവിടെ പാസ് വിട്ടിരുന്ന വേറെ വകുപ്പ് വരും. ഉരുണ്ട് വീടരുതേ. തൊണ്ടയെല്ലാം പോയി കിടക്കുക, ചൂടാ. അപ്പൊ കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി കൊണ്ടുവന്നിട്ടുണ്ട്, അതെടുത്തോളാം. ഇനി ഇവിടെ നിന്നിരിക്കാൻ ഇനി പോരാൻ വേറെ വെള്ളം ഉണ്ടെന്ന്. പിന്നെ അവരുടെയും കുഴപ്പമില്ല, നേരത്തെ ഇട്ടതാ. ഈ ചൂട് ഏക്കുകയല്ല, പിന്നെ അതൊന്നും ഏക്കുകയല്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 22 വരെയുള്ള തിരുവെഴുത്താണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. വായിച്ച മാന്യ സഹോദരിയെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മോളെ 17, 18 വാക്യം എടുത്തൊന്ന് വായിച്ചു. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. വളരെ പരിചിതമായ തിരുവെടുത്ത. ഇന്ന് രാത്രി ഈ തിരുവെടുത്തിനെ അടിസ്ഥാനമാക്കി തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. നമ്മുടെ ഈ പ്രാവശ്യത്തെ കടശ യോഗമാണല്ലോ ഈ കൺവെൻഷന്റെ. കൂടപ്പെട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ പുസ്തകത്തിലെ, പുതിയ നിയമ പുസ്തകത്തിലെ 27 പുസ്തകത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. ദൈവത്തിന് മഹത്വം. നമുക്കറിയാം, ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്,
പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ 8 പേര് എഴുതിയതാണ്. 4 അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അതില് കൂടുതൽ ലേഖനം എഴുതിയത് പൗലൂസാണ്. ഏതാണ്ട് 14 ലേഖനം, 13 ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. 1 ഒരു തർക്കത്തില്ല, എങ്കിലും തർക്കിക്കൊന്നും വേണ്ടതും പൗലോസ് എഴുതിയതാണ്. അത് എബ്രായ ലേഖനം. ഇതിലെ അധ്യായങ്ങള്, പദങ്ങള്, പദാനുപദങ്ങള്, പഴയനിയമ പ്രവചന ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യ സൂക്തങ്ങൾ എടുത്ത് ചേർത്ത് ചെലുത്തി കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇത് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനം തന്നെ. മോനെ, എനിക്ക് മൈക്ക് ഇച്ചിരൂടൊന്ന് എനിക്ക് പറയാൻ അറിയാൻ മേല. എന്തുവാ അതിന് പറ, എന്റെ തൊണ്ട അത്ര നല്ലതല്ല. അപ്പോൾ 14 ലേഖനം പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഈ പൗലൂസിന്റെ ലേഖനങ്ങൾ സുഖമായി വരുന്നുണ്ട്, ഇച്ചിരൂടെ നന്നായി വരുന്നു. ദൈവത്തിന് മഹത്വം. എന്റെ പരുവത്തിന് നിൽക്കട്ടെ. ഇനി എന്തേലും വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്കിതൊന്നും പറയാൻ അറിയാമല്ല, അതുകൊണ്ട് അത് കൂട്ടി ഇത് കൂട്ടെന്നൊക്കെ പറയാൻ എനിക്കതൊന്നും അറിയത്തില്ല. ഇതിപ്പോ ഇങ്ങനെ നിൽക്കട്ടെ. എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ കമ്മിറ്റിക്ക് പൂർണ്ണ അധികാരം ഉണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. അയ്യോ, അവിടെ പിന്നെ ആൾക്കാർ നിൽക്കുന്നു. കസേരയുണ്ടോ? ഇനിയും വരുമോ? ഇല്ലാണ്ട് അബദ്ധങ്ങളെല്ലാം നിൽക്കുന്നു. ഞാനും നിൽക്കുക, നിങ്ങളും അവിടെ നിൽക്കുകയല്ല. അപ്പൊ ശ്രദ്ധിക്കുക. പൗലോസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ മതി കുഴപ്പം, നന്നായിരിക്കുന്നു. ഈ പരുവത്തിന് നിൽക്കട്ടെ. എന്റെ കണ്ണും ദൃഷ്ടിയിൽ ഇരിക്കണം, ഓടിക്കളയരുത്. ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ 4 നിലയിലാണ് തന്റെ ലേഖനങ്ങളെ പഠിപ്പിക്കുന്നത്. 1 രക്ഷാശാസ്ത്രം, 2 ക്രിസ്തുശാസ്ത്രം, 3 സഭാശാസ്ത്രം, 4 അന്ത്യകാല ശാസ്ത്രം. അതിൽ രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട്. റോമാലേഖനമൊക്കെ അതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു മാത്രമാണ് രക്ഷകൻ. അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രേഷ്ഠരായ ദൈവദാസന്മാര് വളരെ നന്നായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവര് നന്നായിട്ട് സംസാരിക്കുന്നവര്. പണ്ട് ഗിദെയോൻ പറഞ്ഞ പോലെ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോ ഞാൻ എന്തുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക. 2 ക്രിസ്തുശാസ്ത്രമാണ്. യേശുക്രിസ്തുവിന്റെ പൂർവാസ്തിത്വം, നിത്യാസ്തിത്വം, അവിടുത്തെ തിരുജനനം, ജീവിതം, ശുശ്രൂഷ, അവിടുത്തെ തിരുമരണം, അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, അതെല്ലാം വളരെ സ്പഷ്ടമായിട്ട് ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുശാസ്ത്രം. 3 സഭാശാസ്ത്രപരമായ ലേഖനമാണ്. തിമോഥെയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനം, ഇതൊക്കെ സഭാശാസ്ത്രമാണ്. ഇതിനെ പറ്റിയൊക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരായി ഇവിടെ ഇരിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്നത് പൊന്തിഫിക്കൽ ലെറ്റേഴ്സ് എന്നാ, അങ്ങനല്ലയോ? ആട്ടെ, ഇടയലേഖനങ്ങളാ. അവരിറക്കുന്നതല്ല, അത് വേറെ. ഇടയലേഖനങ്ങളാ. അപ്പൊ തിമോഥെയോസിന്റെ 2 ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനം. സഭയുടെ നടപടികൾ, ക്രമീകരണങ്ങൾ, ക്രമങ്ങൾ, അതൊക്കെയാണ് ആ ശാസ്ത്രത്തിൽ സഭാശാസ്ത്രം. ഒടുവിൽ അന്ത്യകാല ശാസ്ത്രപ്രകാരമായ ലേഖനം, അന്ത്യകാല ശാസ്ത്രം. അപ്പോൾ അന്ത്യകാല ശാസ്ത്രപ്രകാരമായ 2 ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1ഉം 2ഉം ലേഖനങ്ങൾ. നമ്മളതിലെ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 22 വരെയുള്ള തിരുവഴുത്തുകളാണ് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് പൊതുവിലൂടെ വായിച്ച് കേൾപ്പിച്ചെങ്കിലും 17-18 വാക്യമാണ് എടുത്ത് ഇവിടെ വായിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ശ്രദ്ധിക്കുക. അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 1ഉം 2ഉം ലേഖനങ്ങൾ. എന്തുവാ ഈ അന്ത്യകാല ശാസ്ത്രം? അത് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അന്ത്യകാല ശാസ്ത്രം
സാധാരണ എല്ലാവരും പറയുന്നത് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. അത് മാത്രമല്ല അന്ത്യകാല ശാസ്ത്രം. അതിന് ശേഷമുള്ള കാര്യമോ അതിന് മുൻപുള്ള കാര്യമല്ല ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്റെ വിഷയമല്ല, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നുമില്ല. അപ്പൊ എന്തായാലും രണ്ട് ലേഖനങ്ങൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളൊക്കെ തിരുവചനത്തിൽ ധാരാളമുണ്ട്. നമുക്ക് ചുറ്റുപാടും കണ്ടുകൊണ്ട് വരിക. പൗലോസ് കൊടുത്തിരിക്കുന്ന പദങ്ങൾ അറിയാം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ എഴുന്നേൽക്കും. താഴോട്ട് വായിച്ചു വരുമ്പോൾ വേറെ ഭാഗത്ത് സ്വസ്നേഹികള്, പിന്നെ ദ്രവ്യാഗ്രഹികള്, വമ്പ് പറയുന്നവര്, അങ്ങനെയല്ലയോ എഴുതിയേക്കുന്നത്. മോളെ എടുത്തെങ്കിലും ഒന്ന് വായിച്ചു. 3-ാം അധ്യായത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും. അതെ, ഈ തിരുവഴുത്തൊക്കെ നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട് വീണ്ടും വായിപ്പിച്ച് സമയം കളയുന്നില്ല. അന്ത്യകാല ലക്ഷണം. അപ്പോൾ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. ഈ 2 ലേഖനം സാധാരണ ഞാൻ പറയും, നിങ്ങൾക്കും അറിയാം. 2 ലേഖനത്തിൽ 2 വിഷയം, 2 വ്യക്തികൾ. ആ 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികളുടെ പ്രത്യക്ഷത, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. അപ്പോൾ ഈ 2 ലേഖനത്തിൽ 2 വിഷയം, 2 പ്രത്യക്ഷത, 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികളിൽ 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാ 1-ാം ലേഖനം. നിങ്ങൾക്ക് ആർക്കും സന്തോഷമില്ലെന്ന് തോന്നുന്നു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട്. അവർ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. തെളിവിന് ഒരു വാക്യം, 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അന്തിക്രിസ്തു എന്നൊക്കെ സാധാരണ നേരത്തെ പറയാറുണ്ട്, നമ്മൾ പറയുമെങ്കിൽ ശരിയായ ഒരു പ്രയോഗം എതിർ ക്രിസ്തു എന്ന് പറയുന്നതാ. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് എത്ര നന്നായിട്ട് പറഞ്ഞാലും മനസ്സിലാകുകയല്ല. നിങ്ങൾക്ക് ആ പഴയത് പറഞ്ഞതുപോലെ തന്നെ പറയണം. അതുകൊണ്ട് പിന്നെ ഇനി അങ്ങനെ ഇരിക്കട്ടല്ല, അതിപ്പോ എന്തോ ചെയ്യുന്നു. എതിർ ക്രിസ്തു അധർമ്മമൂർത്തിയായി വരും അന്ത്യക്രിസ്തുവിനായി വഴി ഒരുക്കും നിസങ്ങൾ, ഭൂവിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ പരുവക്കേടാ. അപ്പൊ ശ്രദ്ധിക്കുക, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണ് 2-ാം ലേഖനം, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. മോളെ ഒന്നുകൂടെ വായിച്ചു 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഓടിച്ചു പോകാം. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനം നമുക്കറിയാം. 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായങ്ങളിലും പൗലോസ് തെളിയിച്ചു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. മോളെ ചടികടാന്ന് വായിച്ചോ. 1-ാം ലേഖനത്തിന്റെ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19, 3-ാം അധ്യായത്തിന്റെ 13, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവെടുത്ത് ക്രമത്താലെ മോള് വായിച്ചേ. 1-ാം അധ്യായത്തിന്റെ 9, 10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. അപ്പോൾ ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ യേശു വീണ്ടും പ്രത്യക്ഷപ്പെടും. സ്വർഗത്തിൽ നിന്ന് വരും. സന്തോഷമില്ലെന്ന് തോന്നുന്നു. യേശു വരുന്നതിലെ ദുഃഖമാണോ സന്തോഷമാണോ ആയിക്കോട്ടെ. അപ്പൊ സ്വർഗത്തിൽ നിന്ന് യേശു വരും.
സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമാക്കി മകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. ആമേ. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമാകി മകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമാക്കി മകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. അപ്പൊ ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ നിന്ന് വന്നവനാ. അപ്പൊ യേശു വീണ്ടും സ്വർഗത്തിൽ നിന്ന് വരും, പ്രത്യക്ഷപ്പെടാൻ പോകുക. എവിടുന്ന് വന്നു, എന്തോ ചെയ്തു, എങ്ങോട്ട് പോയെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 16:28 ഒന്ന് വായിച്ചേ മോളെ. 16:28 എവിടുന്ന് വന്നു, എന്തോ ചെയ്തു, എങ്ങോട്ട് പോയി? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. വളരെ നല്ല വാക്യമാ, ക്ലിയറാ. ഒന്നുകൂടെ വായിച്ചേ മോളെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. മോടെ പേരെന്നാ? കെസിയ. കെസിയ. നല്ല പേരാ, ഇയ്യോബിന്റെ മോടെ പേരാ കെസിയായും. പിന്നെ വേറെ 2 പെങ്കൊച്ചുങ്ങളുണ്ട്, അതിന്റെ പേരൂടെ പറ. അപ്പൊ മൈക്ക് കൂടെ പറ. എമീമ, കേരൻ, ഹപ്പു. മിടുക്കി, ദൈവം അനുഗ്രഹിക്കട്ടെ. കെസിയ തന്നെ. അപ്പോൾ കെസിയ ഒന്നുകൂടെ വായിച്ചേ. കെസിയ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. വളരെ ക്ലിയർ ആയി കൊടുത്തിരിക്കുക. എവിടുന്ന് വന്നെന്നാ? ഞാൻ പിതാവിന്റെ അടുക്കന്ന് പുറപ്പെട്ട്. അവിടുന്നാ വന്ന്. അല്ല, ഓർക്കാപ്പുറത്ത് ഇങ്ങനെ മുളച്ചു വന്നൊന്നുമല്ല. നമ്മൾ ചോദിക്കല്ലേ, പുള്ളി എങ്ങനെ അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് വന്നതാ? എവിടുന്ന്? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നാ പുറപ്പെട്ട്. അവിടുന്ന് പുറപ്പെട്ടതാ. അവിടെ ആയിരുന്നല്ലോ, അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അടുത്തത് ലോകത്തിൽ വന്നിരിക്കുന്നു. ലോകത്തിൽ വന്നിരിക്കുന്നു. ഇനി അടുത്തത് പിന്നെയും ലോകത്തെ വിട്ട്. ഇനി ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. ക്ലിയർ ആയല്ലോ? ചിലർക്ക് ഇപ്പോഴും തർക്കമായി, എവിടുന്നാ വന്നേ, എങ്ങോട്ടാ പോയെന്ന്. നമ്മൾ ചോദിക്കല്ലേ, എവിടുന്നാ വന്നേ? എനിക്ക് വന്ന സിനിമാ പാട്ടാണോ നാടക ഗാനമാണോ? നിങ്ങൾക്ക് പാട്ടുകാർക്കും അറിയാം. എവിടെ നിന്ന് വന്നു നീ? പിന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ ഓർത്ത് സിയോ സഞ്ചാരി മാത്രമേ നമുക്ക് വശമുള്ളെന്ന. എന്തോഷല്ലേ ഷാജിയോ? എന്തോട്ടാ? അവിടെ പമ്മി ഇരിക്കുന്നു, ഇങ്ങോട്ട് കയറിയിരിക്കും. കസാരയില്ലല്ലയോ? അപ്പൊ എവിടുന്ന് വന്നു? എനിക്കൊന്ന് നാടകഗാനമാണെന്ന് തോന്നില്ലയോ? നല്ല ആശയമാകട്ടോ. അല്ല, അതും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാ ചില വരികള്. പാമ്പുകൾക്ക് മാളമുണ്ട്. പിന്നെ ഇതൊക്കെ പാടി നടന്നവരാ ഇപ്പൊ അങ്ങ് എല്ലാരും പരിശുദ്ധരാകുക. അപ്പൊ എവിടെ നിന്ന് വന്നു നീ, എവിടേക്ക് പോണു നീ? പിന്നെ ബാക്കി എങ്ങനെയാ മോനെ? അപ്പൊ ഒരു കാര്യം പറയാം, യേശുക്രിസ്തുവിന്റെ വിശേഷത കൊടുത്തിരിക്കുക. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാ, പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു, ഈ ലോകത്തിൽ സഞ്ചരിച്ചു, ലോകത്തിലേക്ക് വന്നു, ഇനി പിതാവിന്റെ അടുക്കലേക്ക് പോകും. ക്ലിയർ ആയല്ലോ? ദൈവത്തിന് മഹത്വം. ആ യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. അതാണ് 1-ാം അധ്യായത്തിന്റെ 9-10. മോളെ ഒന്നുകൂടെ വായിച്ചു. ആ നാളിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും. യേശു പ്രത്യക്ഷപ്പെടും. ഇതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. ഇനി 2-ാം അധ്യായത്തിന്റെ 19 വായിച്ചേ മോളെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചിരിക്കുക. ഇനി 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിച്ചേ. 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത യേശു പ്രത്യക്ഷപ്പെടും. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് വായിച്ചേ. സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തത് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന്
എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിന്നെ കൊണ്ടുവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ. അവിടെയും മതി 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 മതി. ബാക്കി ഇനി നമുക്കെല്ലാം മനപ്പാടമാ. 16 മുതൽ കർത്താവ് താൻ ഗംഭീര എല്ലാം പറഞ്ഞു ഊപ്പാട് വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് അത് എന്നാലും ചിലരത് തെറ്റിക്കും കേട്ടോ. ശവോടക്കിന് ചില ഉപദേശമാര്, എല്ലാരും അല്ല, ചിലര് അത് മുഴുവൻ അങ്ങ് തെറ്റിക്കാ നിന്ന്. 23 വായിച്ച് 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. പിന്നെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ അവിടെയും യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്നാണ് തെളിയിച്ചത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോടും ദൈവദാസന്മാരോടും ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തുകയാ, യേശു വീണ്ടും വരും. യേശു വീണ്ടും വരുമെന്ന്. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ച് അവിടുന്ന് ദീർഘക്ഷമയോടിരിക്കുക. ഇന്ന് രാത്രി ആമൻ കർത്താവിന്റെ വരവിന് വേണ്ടി എല്ലാവരും ഒരുങ്ങണം. വാട്ടം, കറ, ചുളുക്കം, മാലിന്യമൊന്നുമില്ലാത്ത ശുദ്ധയും ശുഭ്രയുമായ കാന്തയെ തനിക്ക് മുൻനിർത്തേണ്ടതിന് വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി മാലിന്യമില്ലാത്ത ഒരു കാന്തയായി വേള കടിക്കുവാൻ യേശു വീണ്ടും വരും. മാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കൂ. ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കൂ. നീളയുഗമായി തന്റെ കൂടെ വാണിടോ. നീളയുഗമായി തന്റെ കൂടെ വാണിടോ. സിയോൻ കുമാരി നീ കാന്തൻ വേഗം വരുന്നീതാ. സിയോൻ കുമാരി നീ കാന്തൻ വേഗം വരുന്നീതാ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുക. യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രതീക്ഷ. യേശു പ്രത്യക്ഷപ്പെടും. അപ്പോൾ 1-ാം ലേഖനത്തിലെ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും പറയുക യേശു പ്രത്യക്ഷപ്പെടും. ഒരിക്കൽ യേശു പ്രത്യക്ഷപ്പെട്ടു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ രണ്ടാമതും പ്രത്യക്ഷപ്പെടുമെന്നല്ലയോ മോളെ ഗസിയ വായിച്ചു, അല്ലെങ്കിൽ ചൂപ്പ ആരെങ്കിലും വായിച്ചതാ? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ അല്ലയോ? അതിന്റെ 10-ന്റെ നേരെ മേളിൽ ഒരു വാക്യം ഉണ്ടല്ലോ. അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ദൈവത്തിന് മഹത്വം. രണ്ടാമതും പ്രത്യക്ഷനാകും. എന്തുവാ രണ്ടുപേരൂടെ പറയുന്നത്? സ്വത്രകാഴ്ചയുടെ സമയമായോ? അതാണോ പറഞ്ഞേ? എന്തുവാ? എനിക്ക് ദോഷം വല്ലോ ആണോ? ഞാൻ മൈക്ക് കൂടെ എന്തെങ്കിലും പറയണോ? നിങ്ങൾക്ക് വേണം. അപ്പോൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ വായിച്ചോ. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. അപ്പൊ രണ്ടാമത് പ്രത്യക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ 1-ാമത് പ്രത്യക്ഷപ്പെട്ടു ഇല്ലേ? അനീഷ് കാവാലൻ രണ്ടാമതും വന്നു. പാലമറ്റം കൺവെൻഷന് രണ്ടാമത്തെയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? നേരത്തെ ഒന്ന് വന്നു. അത് ദൈവദാസൻ മറന്നുപോയി, ഞാൻ മറന്നില്ല. കോവിഡ് വന്നേ പിന്നെ എനിക്കാണെങ്കിൽ കോവിഡ് കഴിഞ്ഞ പിന്നെ ഓർമ്മയുണ്ട്. ദൈവം ബലപ്പെടുത്തട്ടെ, ഓർമ്മ തരും, ഒരു കുഴപ്പവും ഇല്ല. ഷൂപാസ്റ്റ് പറഞ്ഞ പുള്ളിക്കും കോവിഡ് വന്നേ പിന്നെ ഓർമ്മക്കേടാണ്. രണ്ടിനും ദൈവം ഓർമ്മ തരട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ടാമതും പ്രത്യക്ഷപ്പെടും. അങ്ങനെ എഴുതിയേക്കുന്നത് രണ്ടാമതും പ്രത്യക്ഷപ്പെടും. അപ്പൊ രണ്ടാമതും പ്രത്യക്ഷപ്പെടും എന്ന് പറയുമ്പോൾ 1-ാമത് പ്രത്യക്ഷപ്പെട്ടു. ആ 1-ാമത്തെ പ്രത്യക്ഷത എപ്പോഴായിരുന്നു? നിങ്ങളെല്ലാം കമ്പിയെ മുണ്ടിയിരിക്കും പോലെ ഇരിക്കാതെ എനിക്കൊരു സഹായം ചെയ്തതാ തങ്കച്ചൻ പാസ്റ്ററെ.
എന്നാ പറഞ്ഞു? അത് കേട്ടില്ല ഞാന്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത കന്യാസൂനുവായി ഈ ഭൂമിയിൽ അവതരിച്ചതാ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യമിമാനുവൽ ഇവൻ താനേ. ഇവനെ 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 ഇവന് ക്രിസ്തേശുരേ ജഗൻ ഇവൻ താനേ. ഇവനെ അടുത്തത്. എന്നാൽ അവൻ ലോകാവസാനത്തിൽ അവിടുന്ന് ലോകാവസാനത്തിങ്കൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശവാസികളോടും കൂടപ്പെട്ടവരോടും ദൂരത്തുള്ളവരോടും പറയട്ടെ, ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. പാപപരിഹാരം യേശുവിൽ കൂടി മാത്രം. പാപപരിഹാരം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. അവൻ പാരമ്പര്യം കൊണ്ടോ പൗരോഹിത്യം കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ മാമൂല് കൊണ്ടോ പിന്തുടർച്ച കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് പാപം പരിഹരിക്കത്തില്ല. മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പുണ്യാഗ രക്തത്താൽ. Praise the Lord. ഈ രക്തം വിലയേറിയ രക്തം. ഇത് പുണ്യാഗ രക്തം. ഇത് സംസാരിക്കുന്ന രക്തം. ഇത് അവൻ വിശുദ്ധ രക്തം. ഇത് പരിശുദ്ധ രക്തം. അവിടുത്തെ തിരുരക്തം സകല പാപത്തെയും പോക്കി നിന്നെ മോചിക്കുന്ന ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം. ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാക്കിടയിൽ രക്തവും മലിനപ്പെട്ട മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം. ഇന്ന് രാത്രിയിലെ പരിശുദ്ധത്തിന്റെ ശക്തി വ്യാപരിക്കുക. നിന്റെ സകല പാപങ്ങളും മോചിക്കും. നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. നിനക്ക് സമാധാനം നൽകും. നിന്നെ ആശ്വസിപ്പിക്കും. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കും യേശുവിന്റെ രക്തം. അനുഭവിക്കുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം കേതുവാൽ അവര് ജയിച്ചെന്ന. ഇന്ന് രാത്രി നിനക്ക് ജയം തരുന്ന രക്തമാ. ഈ രാത്രി നിന്റെ പരാജയത്തിന്റെ തകർച്ചകളെ മാറ്റിക്കൊണ്ട് ഈ രാത്രി നിനക്ക് ജയം തരുന്ന രക്തം യേശുവിന്റെ രക്തം. രോഗത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിച്ചു മാറ്റി നിന്റെ അസ്ഥിക്കകത്ത് ധമനിക്കകത്ത് ഞരമ്പിനകത്ത് രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന സകല രോഗപീഠകൾ ഇന്ന് രാത്രി അടിച്ചു മാറ്റി നീ വന്നതുപോലെ വിടത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. വിലയേറിയ രക്തം, പുണ്യാഗ രക്തം, സംസാരിക്കുന്ന രക്തം, ജയം തരുന്ന രക്തം, യേശുവിന്റെ രക്തം. ഓ ഇന്ന് രാത്രി രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പാലമറ്റം ദേശമേ, ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവപൈതലേ, യേശുവിന്റെ രക്തം, പരിശുദ്ധ രക്തം. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. യേശുവിന്റെ രക്തത്തിന് ശക്തിയാ. ഇത് വിലയേറിയ രക്തമാ. ദൈവത്തിന് മഹത്വം. അപ്പോ അവിടുന്ന് ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താനാ. വരുത്തിയാച്ചാ പോയത്. അത് ഏറ്റെടുക്കുന്നത് നീ വിശ്വസിക്കുമ്പോഴാ. ക്രൂശിൽ കിടന്നപ്പോൾ അവിടെ നിന്ന് തിരുവായി മുഴിഞ്ഞ കൂട്ടത്തിൽ പറയാ നിവർത്തിയായെന്ന. ഇനി അതിന് വേറൊരു യാഗവുമില്ല. ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തിയച്ച് അവിടുന്ന് സ്വർഗത്തിലോട്ട് പോയിരിക്കുക. അവൾ ആദ്യത്തെ പ്രത്യക്ഷത കന്യക സൂനുവായി ഈ ഭൂമിയിൽ അവതരിച്ചു. നാടെങ്ങും നന്മ സുവിശേഷിച്ചു. ദൈവത്തിന് മഹത്വം.
ആമേൻ എല്ലാവർക്കും രോഗശാന്തി കൊടുത്തു, വന്നവർക്കെല്ലാം വിടുതൽ കൊടുത്തു. യേശു ആമേൻ സ്തോത്രം പാപത്തിന് പരിഹാരവും വരുത്തി. ദൈവത്തിന്റെ മഹത്വം. ഇനി ആ രണ്ടാമത് യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. ആ രണ്ടാമത്തെ പ്രത്യക്ഷതയെ പറ്റിയായി ഇപ്പം വായിച്ചത്. ഇനി ഒന്നുകൂടെ വായിച്ചു 9-ാം അധ്യായത്തിന്റെ 28. അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ രണ്ടാമത് വീണ്ടും പ്രത്യക്ഷനാകും. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന് പാപത്തിന് പരിഹാരം വരുത്തിയ സ്വർഗത്തിലോട്ട് പോയി. അത് തന്റെ ദേഹം എന്ന തിരശ്ശീലിൽ കൂടെ ചീന്തിയ നമുക്ക് ഈ പരിഹാരവും വിടുതലും തന്നത്. മോളെ 10-19 മുതൽ വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഗതിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. ഈ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത പാപപരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയി. ഇനി രണ്ടാമതും പ്രത്യക്ഷനാകും. ആ പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ നിന്ന് ആക്ഷേപവും അപമാനവും രോഗവും ബുദ്ധിമുട്ടും ഞെരുക്കവും ഞരക്കവും ഇതെല്ലാം വന്നപ്പം തകർന്നു പോയേനെ. തകർന്നു പോകാതിരുന്നതിന്റെ മർമ്മം യേശു വീണ്ടും വരും, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. മരണ വീട്ടിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ നമ്മുടെ പ്രത്യാശ അതാ. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതുവരും ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്ന മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളെത്ര ദൈവമോ ഓരോന്നിനെ അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. യേശു വീണ്ടും വരുമ്പോ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. സ്തോത്രം. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ 5 അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം, 2-ാം അധ്യായത്തിന്റെ 19-ഉം, 3-ാം അധ്യായത്തിന്റെ 13-ഉം, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടും, 5-ാം അധ്യായത്തിന്റെ 23. ഈ വാക്യത്തിലെല്ലാം യേശു പ്രത്യക്ഷപ്പെടും. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ഈ 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം മോളെ കെസിയ ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങൾ. 1-ാം അധ്യായത്തിന്റെ 9-10 ഒരു ചോദ്യം കൂടെ ചോദിച്ച പൗലോസ് എഴുതുന്നത്, ഞങ്ങൾക്ക് ആരാ? അപ്പോസ്തലനായ പൗലോസും ശേഷമുള്ളവരും ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാ വന്നേ? തെസ്സലോനിക്കയിലേ ഇന്നത്തെ രീതിയിലാണ് ഈ സഭയിലോട്ട് ഞങ്ങൾ എങ്ങനെയാ വന്നെന്ന്. തെസ്സലോനിക്ക സഭ സെൻട്രൽ പാസ്റ്റർക്ക് വല്ലതും കൊടുത്താന്നോ വന്നേ? അതോ നേതാവിന് എന്തേലുമൊക്കെ അങ്ങനെയൊക്കെ വരുന്നവരും അങ്ങനെയൊക്കെ വരുത്തുന്നവരും ഒന്നും അറിയാമല്ലെല്ലാം പാവത്തങ്ങൾ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എങ്ങനെയാ വന്നത്? ഓച്ച എന്ന് പറഞ്ഞ അന്നോ എങ്ങനെയാ വന്നത് അറിയണ്ടേ? ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. അപ്പം പൗലോസ് ചോദിക്കുക, ഞങ്ങൾ തെസ്സലോനിക്കയിൽ വന്നത് എങ്ങനെയാ നിങ്ങൾക്കറിയാമോ? നമ്മളിപ്പോ ചെല്ലുമ്പോൾ ചില സ്ഥലങ്ങളിൽ നല്ലൊരു സഭാ ഹാള്, പാർട്സ്നേജ്, അത്യാവശ്യം വേണ്ട ക്രമീകരണങ്ങൾ. പക്ഷേ ഇതിന്റെ ആരംഭത്തിൽ ബുദ്ധിമുട്ടിയ ഒത്തിരി പേരുണ്ട്. ഇതിന്റെ ആരംഭ സമയത്തെ പട്ടിണി കിടന്നും ആക്ഷേപം സഹിച്ചും നിന്ന് സഹിച്ചും അപമാനമേറ്റും, പഴയ അമ്മമാരുടെ ഭാഷ പറഞ്ഞാൽ മുണ്ട് മുറുക്കി ഉടുത്തും, വീട്ടിൽ പോലും ചിലപ്പോൾ കൊച്ചുങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും പെയ്ത്തോമി കൊണ്ട് കൊടുക്കുന്നവരുണ്ടായിരുന്നു ആരംഭ സമയത്തെ.
അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ചില വേലയ്ക്ക് പ്രാരംഭത്തിൽ ആരംഭ സമയത്ത് ഇറങ്ങിയ മാതാക്കളും പിതാക്കന്മാരും ഒക്കെ ചുമല് കൊടുത്തത്. അവരെ ഒന്നും മറക്കരുത്. ഇപ്പൊ പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഓർക്കത്തില്ല, അവർക്ക് താല്പര്യവും ഇല്ലതെന്ന്. ഇപ്പൊ 2 പേരുടെ പേര് പറഞ്ഞത് വളരെ നന്നായി. 2 ദൈവദാസന്മാര് അവര് കടന്നു പോയെങ്കിലും ഓർപ്പിച്ചത് നന്നായി. അങ്ങനെ വേണം, അത് വേണം. നടത്തിയവരെയൊക്കെ ഓർത്ത് അവരുടെ നാമത്തിൽ വേറെ വേണ്ടാതീനം ഒന്നും കാണിക്കരുത്, ഓർത്താ മതി. ആ നാമത്തിൽ ഒരു അടിയന്തരം നടത്തി അതൊന്നും വേണ്ട. അവരുടെ നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ ആരംഭ സമയത്തൊക്കെ അങ്ങനുണ്ട്. ഈ വേലയുടെ തുടക്കത്തില് വലിയ ശോധനയാ. ഞാൻ മിക്കപ്പെട്ടവരെ ഈ ദേശത്തെ പഴയ വേലകളിലൊന്ന് മാന്നിലയല്ല ഈ ഏരിയ, കുറുമ്പനാടം എന്നൊക്കെയാ പണ്ട് പറയുന്നത്, ഇല്ലയോ? പിന്നെ കുറുമ്പനാടം, ഈ മാമൂട്, മാന്നില, കുറുമ്പനാടം ഒക്കെ വലിയ ആരംഭ സമയത്ത് ഒത്തിരി പ്രതികൂലങ്ങളിലായി വേല നടന്നത് കേട്ടിട്ടുണ്ട്. പഴമക്കാര് പറഞ്ഞു. കുക്ക് സാഹിബ് വന്നപ്പോൾ പാലം വലിച്ചവരുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? കുക്ക് സാഹിബ് അന്നും ഉണ്ടായിരുന്ന പാലം വലിക്കുന്നവര്. നമ്മൾ ഓർക്കുന്ന അടുത്ത കാലത്താണ്, അന്നും ഉണ്ട്. കുക്ക് സാഹിബ് ഇവിടെ കുറുമ്പനാട്ട് യോഗം നടത്താൻ വന്നപ്പം അങ്ങ് ഈ 2 തടിയായിട്ടേക്കുന്നത് കാറല്ല, അതിന് വേറൊരു വണ്ടിയുടെ പേരാ. ഈ അങ്ങനെ കണ്ട ഒരു വണ്ടി. അപ്പൊ ഇത് വലിയ വീതിയുള്ള 2 തടിപ്പാലം. കുക്ക് സാഹിബ് അങ്ങോട്ട് കയറി പോയപ്പോ ഇവിടുത്തുകാര് പാലം അങ്ങ് വലിച്ചു. കുക്ക് സാഹിബ് യോഗം കഴിഞ്ഞ് വന്നപ്പോ പാലവും ഇല്ല, പ്രശ്നമായി. അദ്ദേഹം സാഹിബല്ലേ. അന്നത്തെ കാലത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാലം വലിച്ചവരെയും സാഹിബിനെയും വണ്ടിയൊക്കെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സാഹിബ് ദൈവകൃപയുള്ള മനുഷ്യനാ. സാഹിബ് പറഞ്ഞു, എനിക്ക് അവരോട് ഒരു പരിഭവവും ഇല്ലെന്ന്, കേസില്ല. നമ്മൾ അന്നേ അവനെ പൂട്ടാവുന്നതിന്റെ പരമാവധി പൂട്ടി വെക്കാവുന്നതിന്റെ എല്ലാം ഏതൊക്കെ വകുപ്പ്. സാഹിബ് പറഞ്ഞു, എനിക്ക് അവനോട് ഒരു ഭാരവും ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ അറിവ് ശരിയെങ്കിൽ അതിലൊരാൾ രക്ഷിക്കപ്പെട്ടു. മാത്രമല്ല വേറൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഇവിടെ മാന്നിലേക്ക് അടുത്ത് നിങ്ങൾക്ക് ചിലർക്ക് പഴയ ആൾക്കാർക്ക് അറിയാം, പഴമക്കാർ പറഞ്ഞുള്ള അറിവായി എനിക്ക്. ഞാനിവരെ ആരെയും കണ്ടിട്ടില്ല. ഒരു കർത്തൃദാസനെ സ്നാനപ്പെടുത്തുന്ന സമയത്ത് അന്നത്തെ ആൾക്കാർ ഒരു കുളത്തിലാ സ്നാനം. ആ കുളത്തിനകത്ത് കൊണ്ട് കാന്താരി കലക്കി ചാക്കും കണക്കിന്. കേട്ടിട്ടുണ്ടോ? പുള്ളിയുടെ പേരറിയാമോ? അല്ലല്ല, എം എം മർക്കോസ് ആ സ്നാനം നടത്തുന്നത്. പരിയാരം ജോൺ ഉപദേശി അല്ലെങ്കിൽ മന്തക്കുഴി ജോണ്, അല്ലെ ഒഫീഷ്യലായിട്ട് MM ജോണ്, കല്ലൂപ്പാറ ജോൺ ഉപദേശി, MM ജോണ്, മന്തക്കുഴി ജോൺ ഉപദേശി. അദ്ദേഹം ആ സ്നാപകൻ. ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല, താല്പര്യവും ഇല്ല. അതാ മിണ്ടാതിരിക്കുന്നത്. ഓർമ്മയില്ല. ഞാൻ വന്ന് ജനിച്ചില്ല, പിന്നെ ഞാൻ എങ്ങനെ ഓർത്തിരുന്നത്? എന്നാൽ ഇന്നെങ്കിലും വന്നത് ഗുണമായി. നിങ്ങളുടെ കാര്യം കൂടെ പറയുന്നത്. അപ്പം MM ജോൺ എന്ന് പറയും, മന്തക്കുഴി ജോൺ ഉപദേശി, പരിയാരം ജോൺ ഉപദേശി. അന്നത്തെ കാത്തിരിപ്പ് യോഗ വിദഗ്ധനായിരുന്നു. ഭയങ്കര ഉണർവ് യോഗമാണ്. അപ്പൊ അദ്ദേഹം സ്നാനം നടത്താൻ വേണ്ടി രാവിലെ സ്നാനം. അന്ന് ചില ഇതിനോട് എതിരുള്ള ആൾക്കാര് ഹൈറേഞ്ചിലും ഈ കിഴക്കൻ നാട്ടിൽ ചെന്ന് ഇതറിഞ്ഞുകൊണ്ട് ഏതാണ്ട് ചാക്ക് കണക്കിന് കാന്താരി കൊണ്ടുവന്ന് രാത്രി തന്നെ അതെല്ലാം ക്രമപ്പെടുത്തി അരച്ച് വെളുക്കാറായപ്പോൾ ഈ ചെറിയ കുളത്തിനകത്ത് കൊണ്ട് കലക്കി. നടന്ന കാര്യമാണ്. കലക്കി ചാക്ക് കണക്കനല്ലേ. പിറ്റേന്ന് രാവിലെ മുങ്ങി സ്നാനമല്ലേ, ഇവനെല്ലാം നീറി പുകഞ്ഞ് നടക്കണം. അതാ ഉദ്ദേശം. ഇത് ദൈവകുഞ്ഞുങ്ങൾ ആരും അറിയുന്നില്ല, മന്തക്കുടി ജോണുപദേശി അറിയുന്നില്ല. അവരൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ സ്നാനം നടക്കുന്നേ. ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് രാവിലെ പ്രാർത്ഥിച്ചൊരുങ്ങി തമ്പാറുമൊക്കെ അടിച്ച് സ്നാനക്കുളത്തിന്റെ അവിടെ വന്ന് കരയ്ക്ക് നിന്ന് കൈ ഉയർത്തി എല്ലാവരുടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് MM ജോണ് കുളത്തിനകത്തോട്ടിറങ്ങി ഒന്നുകൂടെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത്, ഇതൊന്നും അറിയുന്നില്ല, വെള്ളം എടുത്തിങ്ങനെ സ്തോത്രം ചെയ്ത്. അന്നത്തെ ശൈലി അതാ. താവേ വെള്ളത്തെ ശുദ്ധീകരിക്കണം,
ജലാശയത്തെ ശുദ്ധീകരിക്കണം, കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് വെള്ളത്തിലോട്ട് പിടിച്ച് മുക്കി. എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലുവിന്റെ അമ്മയുടെ വല്യമ്മാച്ചനെ എങ്ങാണ്ടാ മുക്കിയ, പേര് ഞാൻ മറന്നുപോയി. മറന്നുപോയതാ, യോവാശ് എന്നാണോ അങ്ങനെ കണ്ട പേര്. വെള്ളത്തിലോട്ട് മുക്കി, കലക്കിയവരെല്ലാം ദൂരെ നിന്ന് നോക്കുക, പുകഞ്ഞ് നീറുന്ന കാണാൻ. മുങ്ങി പൊങ്ങി സ്തോത്രം പറഞ്ഞ് പൊങ്ങി മന്ദക്കൊടി കൂടെ ഉപദേശി ആത്മാവ് നിറഞ്ഞ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചു. നീറിയില്ല, പുകഞ്ഞുമില്ല, ഏറ്റുമില്ല. എന്റെ ഭാഷ പറഞ്ഞ ഒരു ചുക്കും നടന്നില്ല. അടുത്ത കാര്യമാണ് പറയാം, അത് കലക്കാൻ കൂടിയ ഒരുത്തൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ മാനിലയിലെ ഏരിയയിലെ വേല, പിന്നെ ആ പള്ളിക്കുന്നതില് ചൂരനോലിക്കല്, നമ്മളേത് കുടുംബത്തില് തെക്കേ കൂറ്റ, ആയിക്കോട്ടെ. ദൈവത്തിന് മഹത്വം. അതൊക്കെ കഴിഞ്ഞാൽ ബാക്കി ആൾക്കാർ രംഗത്ത് വരുന്നേ. നമ്മുടെ ഒരു ചരിത്രം, ഇനി അത് പറഞ്ഞ് നിങ്ങൾ അടി ഉണ്ടാക്കരുത്, ഞാനതെല്ലാം പരുവത്തിന് പറയാം. നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാ പെന്തിക്കോസിന്റെ വേലയുടെ ആരംഭം എന്നായി പറയുന്നത്. മിക്ക സ്ഥലത്തും ഇതാ. ഞാൻ ഈ ദേശമായതുകൊണ്ട് ഇവിടുത്തെ ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. ഓരോ ദേശത്തും ദൈവം ഇങ്ങനെ അത്ഭുതം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ ദൈവം വിശ്വസ്തനുമാണ്. അപ്പൊ പൗലോസ് ചോദിക്കുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം സാധിച്ചു, എങ്ങനെ വന്നു? ചുമ്മാ വന്നതല്ല. നിങ്ങൾ ആ തിരുവചനം പഠിക്കുമ്പോൾ വന്നതിന്റെ ഒരു ലഘു ചരിത്രം വിസ്തരിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ 16-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അങ്ങനെ യോശുവ പാസ്റ്റർ വായിച്ചു, അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. ഈ ദൈവാത്മ നിയോഗവും നടത്തിപ്പൊക്കെ എങ്ങനെ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ്. ഈ സഭയുടെ ആരംഭത്തിലൊക്കെ ഇങ്ങനെ പരിശുദ്ധാത്മാവ വിലക്കുന്നേ, പരിശുദ്ധാത്മാവ ആക്കുന്നത്, പരിശുദ്ധാത്മാവ അയക്കുന്നത്, പരിശുദ്ധാത്മാവ നിയോഗം കൊടുക്കുന്നത്. അങ്ങനെ ആരംഭ സമയം. ഇപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഒന്നും അല്ല ആക്കുന്നതും വിടുന്നതും നിർത്തുന്നതും എല്ലാം കമ്മിറ്റിക്കാരാ. ചില ഇടങ്ങളിൽ സെക്രട്ടറിയും ട്രഷററും കമ്മിറ്റി എല്ലാം കൂടെ കൂടി ആൾക്കാരെ ആക്കുകയും എല്ലാം ആക്കുകയാണല്ലോ. അതെ, എല്ലാവരുടെയും കാര്യമല്ല. അവരായത് ആരെ വിളിക്കണം, ആര് പോണം, ആര് പ്രസംഗിക്കണം. അത് പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവാ. ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ നിയോഗമുണ്ടാകും. അങ്ങനെയുള്ളവരെ വിളിക്കും. അവര് വന്നാൽ അനുഗ്രഹവുമാണ്. ഇന്നിപ്പോ കമ്മിറ്റിയിൽ ഒരാളോട് താല്പര്യമില്ലേ, പറയും പുള്ളിയെ വിളിക്കണ്ട, വേണ്ട. ഉടനെ അവര് പറയും പുള്ളി വന്നാ നല്ലതാ. ഇന്നാളൊരാൾ പറഞ്ഞു വിട്ട് അവനെ കയറ്റിവിടും, അവൻ നമ്മുടെ പയ്യനാന്ന്. അപ്പം ഒരാൾ കമ്മിറ്റിക്കാരൻ പറഞ്ഞു അവനൊന്നും പറയത്തില്ല. പറയത്തില്ലെങ്കിൽ നമ്മുടെതാ, കയറ്റിവിട്, നമ്മുടെതാ, കയറി പോട്ടെന്ന്. അവനേക്കാളും നന്നായിട്ട് മറ്റവൻ പറയും അത് മറ്റേതാ, വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അന്നും ഉണ്ടായിരുന്ന ഈ സൂക്കേടുകാർ ഇന്നും ഉണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളൊരു സൂത്രത്തിൻ്റെയും പുറകെ പോകണ്ട. നീ ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന് ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചങ്ങോട്ട് ഉപവസിക്കണം. സമയമാകുമ്പോൾ ദൈവം നിന്നെ അവിടെ കൊണ്ടുചെല്ലും. അതിന് വിരോധമായിട്ട് ആര് കരുക്കൾ ഒരുക്കിയാലും തന്ത്രം മെനഞ്ഞാലും വചനം പഠിപ്പിക്കുന്നത് നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കണം, പരിശുദ്ധാത്മാവ് നടത്തണം, പരിശുദ്ധാത്മാവ് നിയോഗം തരണം. അങ്ങനെ അവര് അവിടെ ചെന്നു. അവിടുന്ന് മാറി ത്രോവാസിൽ വന്നു. മക്കദോന്യക്കാരൻ പുരുഷൻ നിലവിളിക്കുന്ന ദർശനം കണ്ടു. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗത്ത് ഫിലിപ്പിയിൽ ചെന്നു. പതിവ് പോലെ പള്ളിയിൽ പ്രസംഗിക്കാൻ, ശുശ്രൂഷിക്കാൻ താല്പര്യം. മക്കളെ നിങ്ങളവിടെ പോവാ. അമ്മാര് ഇച്ചിരി ഉഴപ്പായിരുന്നില്ല, ഞാൻ കണ്ട അച്ചായൻ പറഞ്ഞു വിട്ടാന്നല്ലോ.
ശാസിക്കുന്ന ഞാൻ കണ്ടു, അത് കുഴപ്പമില്ല. ഇതിനിടയിൽ ഞാനതെല്ലാം കണ്ടു. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തിനേറെ ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു. ലുദിയായും കുടുംബവും അതിനുശേഷം വെളിച്ചപ്പാടത്തേക്ക് ഭൂതം പോയി, യജമാനന്മാരുടെ ലാഭം പോയി, ഇതിനോട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളായി. അർദ്ധരാത്രിയിൽ ഇവർ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. എന്തിനേറെ കാരാഗൃഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. അവൻ രക്ഷിക്കപ്പെട്ടതിനെ പറ്റി എഴുതിയേക്കുന്നത് രക്ഷിക്കപ്പെട്ടപ്പം വീടടക്കം ആനന്ദിച്ചു ദൈവത്തിൽ വിശ്വസിച്ചത്. പിന്നെ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായതുകൊണ്ട് ഇവർ അവിടുന്ന് അംബിപ്പോലീസിലെത്തി, തെസലോനിക്കയിലും എത്തി. ഇനി 17-ാം അധ്യായത്തിന്റെ 1-2. അവർ അംഫിപോലിസിലും അപ്പലോന്യയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അപ്പോൾ പൗലോസ് ചോദിച്ചല്ലോ തെസലോനിക്ക ലേഖനം 1-ന്റെ അയ്യോ കസിയ എവിടെ പോയി? വരാൻ പറ. അപ്പോൾ ഇനി ഷൂപാസ്റ്റ് വായിച്ച ഇഷ്ടപ്പെട്ടില്ലേ മോളെ വാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് തെസലോനിക്കയിലെത്തി. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ആ സാധിച്ച വിധമായി ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവരങ്ങനെ തെസലോനിക്കയിലെത്തി. ദൈവത്തിന്റെ മഹത്വം. അവിടെ തെസലോനിക്കയിലെത്തി. അടുത്ത വാക്യം വായിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? അല്ലല്ല, 17-ാം അധ്യായത്തിന്റെ 1-2 അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 1-2. അവർ അംഫിപോലിസിലും അപ്പലോനിയയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി ആധാരമാക്കി അവരോട് വാദിച്ചു. അടുത്ത വാക്യം, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ. തെറ്റരുത്, ഈ യേശു. കാരണം കൊടുന്നേർക്കെടുത്ത 2-ാം ലേഖനത്തിൽ വേറെ യേശുവായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, വരും. തെറ്റരുത്, ഈ യേശു. എല്ലാം വിവരിക്കുന്നില്ല. യേശു ഈ യേശു തന്നെ ക്രിസ്തുവെന്നും തെളിയിച്ചു. അവരിൽ ചിലരും ഭക്തിയുള്ള യഹൂദന്മാരിൽ ചിലര്, പിന്നെ ഭക്തിയുള്ള യവനന്മാര് വലിയ കൂട്ടം, പിന്നെ മാന്യ സ്ത്രീകളിൽ തന്നെ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു. ഇങ്ങനെയാണ് തെസലോനിക്ക സഭയുണ്ടായത്. യഹൂദന്മാര് കുറച്ചു പേര്, ഭക്തിയുള്ള യവനന്മാര് വലിയ കൂട്ടം, മാന്യ സ്ത്രീകളിലും ഒരു വലിയ കൂട്ടം തെസലോനിക്കയിൽ ഈ മാർഗത്തിൽ വന്നു. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-9 പൗലോസ് ചോദിക്കുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം സാധിച്ചെന്ന്. ഇങ്ങനെ വന്നേ. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല ഹാള്, പാർട്സ്നേജ്, ചുറ്റുപാട്, മൈക്ക്, നല്ല പരവതാനികള്, കസേര എല്ലാം നല്ലതാ. പക്ഷേ ഇത് ഈ നിലയിൽ വരാൻ ഇതിന്റെ പിമ്പിൽ നന്നായിട്ട് കഷ്ടം സഹിച്ചവരുണ്ട്. ഉണ്ട്. ഒരു സഭയിൽ ചെന്നപ്പോൾ കുറെ ആൾക്കാർ, കുറെ വിശ്വാസികൾ, അവരെ നേടിയവരുണ്ട്. മുടക്കാൻ എളുപ്പമാ. ഇപ്പൊ എല്ലാവരും അങ്ങ് മുടക്കുകാരാ. ആർക്കെങ്കിലും ആരെങ്കിലും ഇഷ്ടപ്പെട്ടില്ല ഉടനെ ഇരുന്ന്. ചില സഭയിൽ ചെന്നാൽ സെക്രട്ടറിക്ക് ഇഷ്ടപ്പെടാത്തവരെ പാസ്റ്ററെ കൂട്ടുപിടിച്ചേച്ച് നമുക്ക് ബേബിയെ മുടക്കണം. ആയിക്കോട്ടെ, മുടക്കാം. തങ്കച്ചനെ നമുക്ക് മുടക്കണം. എല്ലാവരും അങ്ങ് മുടക്കുക. ഈ മുടക്കല്ല ആരെ മുടക്കാനാ? അങ്ങനൊന്നും മുടക്കാനൊന്നും പ്രമാണമൊന്നുമില്ല. സ്തോത്രം. അങ്ങനൊന്നും ഒക്കത്തില്ലെന്ന്. നീ ചെയ്യേണ്ട കാര്യം പറയാം. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അവന് മാനസാന്തരം കൊടുക്കും. അവൻ മടങ്ങി വരും. അവൻ അനുതപിക്കും. ഏത് മഹാഭാവിയും അനുതപിച്ചു വന്നാൽ ചേർത്തുകൊള്ളുന്നവനാ യേശു. പേരൊന്നും പറഞ്ഞില്ല. ഒരു പാസ്റ്ററെ അറിയാം. ഒരു സഭയിലോട്ട് വിട്ടു. 10-60 പേരുണ്ടായിരുന്നു. 5 കൊല്ലം വരുന്നപ്പം പിന്നെ 3 പേരേ ആയുള്ളൂ. ബാക്കിയെല്ലാത്തിന് പുള്ളി മുടക്കി. പുള്ളിയുടെ ശുശ്രൂഷ മുടക്കുന്ന. ഇപ്പൊ പുള്ളി പറഞ്ഞു ഇനിയും വലിയ സഭ കൊടുക്കണമെന്ന്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞില്ല, കൊടുക്കുകയല്ല, ഇതുകൊണ്ട് തൃപ്തിപ്പെടാൻ കൊടുക്കുന്നതെല്ലാം മുടക്കുക എന്നല്ലോ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ
അങ്ങനെയാണ് പൗലോസ് തെസ്സലോനിക്കയിൽ വന്നത്. 3 ശബത്തിൽ തിരുവഴുത്തുകളെ ആധാരമാക്കി തിരുവചനം പ്രസംഗിച്ചു. യഹൂദന്മാര് ചിലരും, പക്വതയുള്ള യവനന്മാര് വലിയ കൂട്ടവും, മാന്യ സ്ത്രീകളിൽ അനേകർ രക്ഷിക്കപ്പെട്ട് തെസ്സലോനിക്ക സഭ സ്ഥാപിതമായി. ഇങ്ങനെയാ തെസ്സലോനിക്ക സഭ തുടങ്ങിയത്. 1-2 കാര്യങ്ങൾ പറഞ്ഞേച്ച് നമ്മൾ അടുത്ത വിഷയത്തിൽ വരണം. കർത്താവിന്റെ മകത്ത് ഇതോടെ പറഞ്ഞേച്ച് നമുക്ക് സ്വോത്രകാഴ്ച എടുക്കാം. മനസ്സിൽ വരും മതഭാവന നീക്കും, മകിത മനസ്സുകൾ മാതൃകയാകും. മനസ്സിൽ വരും മതഭാവന നീക്കും, മകിത മനസ്സുകൾ മാതൃകയാകും. മതിച്ചുപ്പ മനുഷ്യമോദിക്കും, മറത്തു പറഞ്ഞോർന്നു പാദത്തിന മനതാർ മുകൂരത്തിൻ പ്രകാശം. അനുകൂലത്തിൽ മതത്തിനല്ല പൊരുത്തം വരുത്തി വയ്ക്കും മനതാർ മുകൂരത്തിൻ പ്രകാശം. സുഖമോട്ടു മൃതിക മലകടലിൻ നടുവിൽ, സുഖമോട്ടു മൃതിക മലകടലിൻ നടുവിൽ, സുരപതിതാൻ ഭജനാമൃതപടവിൽ. സുഖമോട്ടു മൃതിക മലകടലിൻ നടുവിൽ, സുരപതി ഭജനാമൃതപടവിൽ. കയറിയ മറുകര പോവതിനൊടുവിൽ, ഉമതികൾ കിണകിട നടലുമകിടും മനതാർ മുകൂരത്തിൻ പ്രകാശം. അനുകൂലത്തിൽ മതത്തിനെല്ലാം പൊരുത്തം വരും മനതാർ മുകൂരത്തിൻ പ്രകാശം. പട്ടോ ഗോപായമയ്യോ നിന്നെ മായ കിടല്ലേ കട്ടി പൊന്മൂടിയോ പൊന്നെ അതിനോടൊത്തു മട്ടു മൂടികളും തന്നെ. വിശ്വാസത്തെ കണ്ടു പോകരുതെന്നു വിടകിട്ട് ഭൂമി വിട്ട് നരതട്ടുകട പോകും. ശാവീയിൽ പട്ടവല്ല പഴം തുണിയിട്ട് കെട്ടിച്ചുട്ടുമാറും. കുട്ടുപോലും ഇട്ടുകൊടു തൊട്ടുതയ കാട്ടുമില്ല കാട്ടും സംശയം. നാട്ടം ഇതാ ഇട്ട് കെട്ടിൽ അടിയെതിരെ ബഹുതര ദുരിത മനുജനുവനേ. അനുകൂലത്തിൽ മതത്തിനെല്ലാം പൊരുത്തം വരുത്തി കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ തെസ്സലോനിക്കയിൽ പൗലോസ് വന്ന ചരിത്രം സംഭവമാണ്. ഇങ്ങനെയാണ് തെസ്സലോനിക്കയിൽ വന്നത്. 1-ാം അധ്യായത്തിന്റെ 9 ചോദിച്ചു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. ഞാൻ ഈ മൈക്കിൽ കൂടെ പറയുന്നത് പുറകെ നിൽക്കുന്ന ആൾക്കാർക്ക് ക്ലിയർ ആകുന്നുണ്ടോ? ഇല്ല, മറ്റേ മൈക്കാണ് നല്ലത് എനിക്ക് തോന്നി. ഇപ്പൊ ഇത് ക്ലിയർ ആണോ? ഇത് വേണോ ഇത് വേണോ? ഇത് അപ്പൊ ശ്രദ്ധിക്കുക, ഈ പരുവത്തിൽ നിൽക്കട്ടെ. 1-ാം അധ്യായത്തിന്റെ 9 ചോദിച്ചു, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ച ചരിത്രമായി ഇപ്പൊ കേട്ടത്. അങ്ങനെ തെസ്സലോനിക്കയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയുണ്ടായി. ഈ തെസ്സലോനിക്ക സഭയുടെ വിശേഷതകളിൽ ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേക്കസിയ. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങി ചെന്നത്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങി ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല. മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, അടുത്തത് എല്ലായിടവും നിങ്ങൾ എന്നാ കൂടെ പറയുന്നേ? പാസ്റ്റർക്ക് പോണോ അങ്ങോട്ട്? ഓക്കോ, അല്ല ഇത് കാറ്റ് വെച്ച ഇതിന്റെ ശബ്ദം ഇത് അതിലേ ഉള്ളൂ. ഇതെല്ലാം ഒപ്പിച്ച് വരുമ്പോൾ യോഗം തീരും. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി ഒന്നും ചെയ്യണ്ട, എല്ലാവരും നമുക്ക് ഇനി സാധിക്കാം, അല്ലാതെ ഇപ്പം രക്ഷയില്ല. അവിടെ ഇരിക്കെ എന്റെ പൊന്നച്ച. ഇവരുടെ വിശേഷത, തെസ്സലോനിക്ക സഭയുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. വിശ്വാസം
മോളെ ഒന്നുകൂടെ 1:8 വായിച്ചേ. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അക്കായിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്കുള്ള ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കും. അപ്പൊ ഇവരുടെ അടുക്കൽ നിന്ന് മുഴങ്ങിച്ചെന്നത് വചനമാ. നമ്മുടെ നാവിൽ നിന്നും വചനമേ പറയാവൂ. നിന്റെ ഭവനത്തിനകത്ത് വചനം ഉയരണം, സഭയ്ക്കകത്ത് വചനം ഉയരണം, ദേശത്ത് വചനത്തെ ഉയർത്തണം, വേറെ ഒന്നും ഉയർത്തരുത്. ഇതിപ്പം കൺവെൻഷൻ ആണെങ്കിലും എവിടെ ചെന്നാലും അങ്ങ് താങ്ങുക, അങ്ങോട്ടും ഇങ്ങോട്ടും. വിലയേറിയ ദാസൻ, പുള്ളി ഉടനേക്കുമ്പം വിലയേറിയ ദാസൻ, രണ്ടുപേരുടെ വിലയേറിയ ദാസൻ, മുഴുവൻ താങ്ങി ഈ കർത്താവിന്റെ വചനം ഒന്നും ഉയർത്താൻ നേരം. ഇവിടെ പിന്നെ നിങ്ങൾ 10 ഇപ്പം പറഞ്ഞത്, തിരുത്തി പറഞ്ഞത് നോക്കട്ടെ. അയ്യോ, മിക്കയിടത്തും വചനം പറയാൻ നേരമില്ല, സമയമില്ല. ചില ദൈവദാസന്മാർക്കൊക്കെ 8:45 ആകുമ്പോഴാണ് കൊടുക്കുന്നത്, 9:30 നിർത്തണം. അല്ലെങ്കിൽ 7:45, 8 കൊടുത്തേച്ച് പറയും സൂക്ഷ 9 ആകുമ്പം നിർത്തണം. ഒന്നും പറയാൻ ഇല്ല, ഒക്കുന്നില്ല. എനിക്കാണെങ്കിൽ കുറഞ്ഞതൊരു 2 മണിക്കൂർ വേണം. അത് കൂടുതലും വചനം പറയുന്നത് കൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് 2 ശീല പാട്ട് പാടും. അതും വേണ്ടാതീനം ഒന്നുമല്ല പാടുന്നത്, ഈ പ്രസംഗിച്ച് വരുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട. അതെ, അത് ഇതിനങ്ങ് താളതാമസമുള്ളവർക്ക് പിടികിട്ടും. ചുമ്മാ ഇങ്ങനെ ഇരുന്ന ഒന്നും കാര്യം നടക്കുകയല്ല. അപ്പൊ എന്തായാലും വചനത്തിന് ശക്തിയുണ്ട്, വചനം മുഴങ്ങി ചെല്ലണം. ഇവരുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്റെ കുടുംബമകയമല്ല മേളി കേൾക്കേണ്ടത്, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയും അതൊക്കെ നല്ലതാ, ഗുണ്ടായിസോ അല്ല. നീ നേരത്തെ എങ്ങനെ ഇതൊന്നുമല്ല, വിശ്വാസം പ്രസിദ്ധമാകണം. വിശ്വാസം. ഈ പെന്തിക്കോസിന്റെ വേല വളർന്നിട്ടുണ്ടെങ്കിൽ അത് പണത്തിന്റെ കൊമ്പ് കൊണ്ടോ ആൾക്കാരുടെ മിടുക്ക് കൊണ്ടോ സാമ്പത്തിക ഭദ്രത കൊണ്ടോ കുടുംബശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല, വിശ്വാസം കൊണ്ട് വളർന്നതാണ്. വിശ്വാസമാ കൈ മുതല്. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ അങ്ങനെ ഒരു സുഖമില്ലാത്ത ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ സഭയായിട്ട് എന്ന് പ്രാർത്ഥിക്കുക, വിടുതൽ കിട്ടുന്നത് വരെ. ഇന്ന് അങ്ങനല്ല, നേരെ ആശുപത്രിയിലോട്ട് പോവുക. അതാണ് ഇപ്പം വലിയ ബിസിനസ് മിക്കടുത്തും. അതുകൊണ്ട് ചെന്നാ ഉടനെ അങ്ങ് പരിശോധനയാ, മുഴുവൻ പരിശോധിച്ചു. പുള്ളി പറഞ്ഞു ഞാൻ പുള്ളിയെ കൊണ്ടുവന്നയാളാ, ഇല്ല എന്നാലും പരിശോധിക്കും. വണ്ടി ഓടിച്ചെന്ന ഡ്രൈവറെ പിന്നെ അവർക്ക് ആരെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക, ഇനിയും വലിയൊരു കൊണ്ടുവന്നു. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് വിശ്വാസമാണ്. ഞാന് പണ്ട് 1-2 കാര്യമൊക്കെ പറഞ്ഞതൊക്കെ ആൾക്കാരിങ്ങനെ വെട്ടി ചെയ്തിട്ട് എന്തെല്ലാം, എനിക്കിതൊന്നും പറ്റില്ല, പോടാ നിന്റെ പാടെന്ന് പറയും. നീ കട്ട് ചെയ്ത ആർക്ക്? പണ്ട് എടുത്തച്ഛൻ പറഞ്ഞ പോലെ പക്ഷീന്ദ്രനുണ്ട് ഗരുഡൻ എന്നോർത്തിട്ട് അക്ഷികൂട്ടം മതിക്കും കണക്കിന്. പക്ഷികളുടെ രാജാവാ ഗരുഡൻ. ഗരുഡനെ കണ്ടോണ്ട് ഈച്ച കടന്ന് ചാടുക. ഞങ്ങളൊരു കുടുംബത്തിൽപ്പെട്ടതാണ്. ആര്? ഗരുഡനും ഈച്ചയും. പക്ഷീന്ദ്രനുണ്ട് ഗരുഡൻ എന്നോർത്തിട്ട് അക്ഷികൂട്ടം മതിക്കും കണക്കിന്. എന്നോട് ചേർത്തൊരു പദം കൊണ്ടുണ്ട്, കൂനൻ മതിക്കുകിൽ ഗോപുരം കുത്തുമോ. കൂനനുറുമ്പ് ഇങ്ങനെ വെച്ചാൽ വല്ലതും പിസാഗോപുരം ഇടിഞ്ഞു വീഴുമോ? കൂനൻ മതിക്കുകിൽ ഗോപുരം കുത്തുമോ. അതൊക്കെ പറയട്ടെ. ഞാനൊരു കാര്യം പറയാം, എനിക്കിതൊന്നും വിഷയമല്ല. പെന്തിക്കോസിന്റെ വളർച്ചയ്ക്ക് പ്രധാന ഘടകം വിശ്വാസമാണ്. എടാ, പേപ്പട്ടി കടിച്ചിട്ടും മരുന്നെടുത്തില്ല, കടിച്ച പട്ടി എത്തു, ആളിന് പേയും വന്നില്ല, ആള് രക്ഷപ്പെട്ടു. ഉണ്ടെന്ന് മൂർഖം പാമ്പ് കൊത്തിയ പാമ്പ് ചത്തു, തള്ള എത്ര കൊല്ലം പിന്നെ ജീവിച്ചിരുന്നു. എന്തിനാ ദൂരോട്ട് പോകുന്നത്? നമ്മുടെ തേക്കടി സെൻട്രൽ പാസ്റ്റർ ജോൺ ബി ചെല്ലപ്പൻ പാസ്റ്ററുടെ സഹധർമ്മിണി ചെല്ലമ്മ കൊച്ചമ്മ, അയ്യോ പാമ്പ് കൊത്തിയതാ, തള്ളയെ കൊത്തി ഊപ്പാട് വന്നതാ. പാമ്പ് നാണം കെട്ട് പോയതല്ല, കൊച്ചമ്മയ്ക്കൊരു കുഴപ്പം. പെന്തിക്കോസ് എനിക്ക് എല്ലാം അറിയാവോ? ഇത് ഇന്നത്തെ പെന്തിക്കോസ് അപ്പുറം കൂടെ ഒരു ചേര പോയാൽ മതി, നമുക്ക് TMM പോകാമെന്ന്. അതിനാ ചേര അതിലേ പോയെന്ന് നീ ആശുപത്രിയിലോട്ട്
ഇതാ ഇപ്പോഴത്തെ വിശ്വാസം. ദൈവത്തിന് മഹത്വം. ഇത് രോഗശാന്തി ഇതിനകത്ത് ഉപദേശമാണ്. ഇതിനകത്ത് ഉപദേശമാണ് രോഗശാന്തി. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പിണരാ നിനക്ക് സൗഖ്യം. ഇത് ഉപദേശമാണ്. ദൈവത്തിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന ദൈവത്തിന്റെ മകൻ അതിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ തെസലോനിക്കരുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. റോമാക്കാരുടെ വിശ്വാസം ലോകപ്രസിദ്ധമാണ്. ഇവരുടേതും അങ്ങനെ തന്നെ. ഒന്ന്, വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരുടെ വിശേഷത ഇവര് എല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. മാതൃക. മോളെ 1:7 വായിച്ചേ. 1:7. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായിയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി. എല്ലാവർക്കും മാതൃകയാ. അപ്പൊ ഇവരുടെ ക്വാളിറ്റി ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. അത് ചില ബുദ്ധിമുട്ടാണ് മാതൃകാ വിശ്വാസികളാകാൻ. വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും കൊടുപ്പിലും എടുപ്പിലും ഉടുപ്പിലും ചെയ്വനയിലും സംസാരത്തിലും രീതിയിലും പ്രകൃതിയിലും എല്ലാത്തിലും മാതൃക. കൈയടിച്ചിട്ട് അമ്പാരടിക്കുന്നതിൽ മാത്രമല്ല മാതൃക, പാട്ട് പാടുന്നതിൽ മാത്രമല്ല മാതൃക, പ്രസംഗിക്കുന്നതിൽ മാത്രമല്ല മാതൃക, വസ്ത്രധാരണത്തിൽ മാത്രമല്ല മാതൃക, എല്ലാറ്റിലും മാതൃക. അതല്പം ബുദ്ധിമുട്ടാ. ഇവരുടെ ക്വാളിറ്റി ഇവരെല്ലാത്തിലും മാതൃകയാ. ഒന്നുകൂടെ വായിച്ചേ മോളെ 7-ാം വാക്യം. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായിയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ മാതൃകയാ. എന്തുവാ ഇവരുടെ മാതൃക? രണ്ടെണ്ണം പറയാം. ഒത്തിരി ഉണ്ട്, ഇപ്പൊ 2 ഒന്നാമത്തെ മാതൃക, കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഇവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. അതാ ഒരു മാതൃക. മോളെ 1:6 വായിക്കും. 1:6 പെട്ടെന്ന്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അങ്ങനെ ആ വചനം കൈക്കൊള്ളേണ്ടത്. അങ്ങനെ കേണം, വചനം കൈക്കൊള്ളണം. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ വചനം അങ്ങോട്ട് പറയുമ്പോൾ എങ്ങനെ കേൾക്കണം? കൊപ്രാ കച്ചവടത്തിൽ നഷ്ടം വന്നതുപോലല്ല കേൾക്കുന്നത്. ദൈവമേ, ഇതുപോലൊരു ചതിവ്. ഇന്നാളൊരു യോഗത്തിന് ചെന്നപ്പം വേറൊരു ദൈവദാസൻ പ്രസംഗിക്കുക. അന്നേരം വേറൊരു ആള് അവിടെ ഇരിക്കുന്ന കാണിക്കാം വചനം പ്രസംഗം. പുള്ളി നന്നായിട്ട് വചനം പറയാ. അന്നേരം ഈ ബെടല അപ്പൊ ഞാൻ ചോദിച്ചു, വല്ല വയ്യാഴിയാന്നോ? ഒരു കുഴപ്പമില്ല, അയാളുടെ തൊഴിലതാന്ന്. എന്നാ ഈ വാർതാൻ ഇവിടെ വന്നിരിക്കാതിരിക്കണ്ടേ? താല്പര്യമില്ലെങ്കിൽ, ഇതിനോട് യോജിപ്പില്ലെങ്കിൽ നീ വന്ന് ഇവിടെ കയറി ഇരിക്കരുത്. അത് താല്പര്യമുള്ളവൻ ഇരിക്കണം. നീ കയറി ഇങ്ങനെ കുട്ടത്തിമാക്കറി ഇരിക്കുമ്പോൾ ഇരിക്കുകയും ചെയ്യും. ഇത് ശ്രദ്ധിക്കുന്നുമില്ല, ഇത് അംഗീകരിക്കുന്നുമില്ല. ഒരു കാര്യം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുകയാ, വചനം സന്തോഷത്തോടെ കൈക്കൊള്ളണം. സന്തോഷത്തോടെ തിരുവചനം. ഒന്നുകൂടെ വായിച്ച് കെസിയായെ വായിക്ക്, കേക്കട്ടെ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അങ്ങനെ വേണം വചനം കൈക്കൊള്ളാൻ എന്ന് പറഞ്ഞ തെസലോനിക്കയിലെ വിശ്വാസികൾക്ക് വിവിധ കഷ്ടമുണ്ട്. ഉണ്ട്. നിങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളില്ലേ? ഒന്നുമില്ലേ? അതേ ഉള്ളൂ. അതെ, മോന് പ്രശ്നമില്ലേ? ഒന്നും പറയണ്ട. ഉണ്ട്. ഇല്ലേ? നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലേ? ഇല്ലേ? ഉണ്ട്. എനിക്കില്ലേ? എന്റേതൊന്നും ഇപ്പൊ പറയാതിരിക്കുന്നതാ. ഇവിടെ ഇരിക്കുന്ന ആർക്കാ കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത? മോക്ക് പ്രശ്നങ്ങളില്ലേ മോളെ? ഇല്ലേ? ഒക്കെ ഉണ്ട്. അവിടെ ഞാൻ വന്നപ്പോൾ മുതൽ നോക്കി പ്രശ്നമുണ്ട്. കുഞ്ഞിന് പ്രശ്നമില്ലേ മോനെ? അവക്കും ഉണ്ട്. ഇവിടെ ആർക്കാ പ്രശ്നമില്ലാത്ത? വീഡിയോ എടുക്കുന്ന അച്ഛന് പ്രശ്നമില്ലേ? എന്ത് ഇങ്ങോട്ട് നോക്ക്. പ്രശ്നമൊന്നുമില്ലേ? ഇല്ലേ? ഒന്നുമില്ലേ? നാളെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഉണ്ടെന്ന്. ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. മൈക്ക് സെറ്റ് പ്രശ്നമില്ലയോ മോനെ? അതേ ഉള്ളൂ.
ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളുള്ളവരാ. ആരാ പ്രശ്നമില്ലാത്തവർ? ആരാ കഷ്ടമില്ലാത്തവര്? പക്ഷെ ഒരു കാര്യം പറയാം, അതൊക്കെ ഉണ്ടെങ്കിലും നീ ദൈവസന്നിധി വരുമ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. സന്തോഷത്തോടെ തിരുവചനം കൈക്കൊള്ളു. ഇത് അതിവേഗത്തിലോടുന്ന വചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് ഉലയിലിരുക്കി ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനമാ. ഇത് അതിവേഗത്തിലോടുന്ന തിരുവചനമാ. ഇത് നിന്റെ അണ്ണാക്കിനും മധുരമാ. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവത്തിന്റെ വചനമാ. യഹോവയുടെ വചനം തീ പോലെയും പാറയാൽ തകർക്കുന്ന ചുറ്റികയാ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെല്ലും. നിന്റെ കുഞ്ഞുങ്ങൾ ദൂരെയോ വിദൂരതയാണെങ്കിൽ ഈ വചനം അവിടെ ചെല്ലും. നിനക്ക് വിരോധമായി ഉള്ളിടത്ത് ഈ തിരുവചനം ചെല്ലും ചെല്ലും ചെല്ലും. അതിവേഗത്തിലോടുന്ന വചനമാ. ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ സന്തതിയുടെ മേൽ, സന്തതിയുടെ സന്താനങ്ങളുടെ മേൽ സമീപ ഭവനങ്ങളിൽ ഈ ദേശത്ത് ഈ ദൈവത്തിന്റെ വചനം മുഴങ്ങുക. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓരോ ഭവനത്തിനകത്തും ഈ ദേശത്തിന്റെ ഉള്ള അന്ധകാരത്തിന്റെ കോട്ടകളെ അടിച്ചു മാറ്റുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ജലാധാര അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. വചനത്തിന് ശക്തി കൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളു. സന്തോഷത്തോടെ തിരുവചനം ഏറ്റെടുക്ക്. ആനന്ദത്തോടെ വചനം ഏറ്റെടുക്ക്. ഹല്ലേലൂയ. ഇളം പുല്ല് പെയ്യുന്ന മഞ്ഞ് പോലെ, മേരി പോലെ ഇറങ്ങുന്ന ദൈവത്തിന്റെ വചനം. സൗഖ്യമാക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം, രോഗശാന്തി തരുന്ന വചനം, വിടുവിക്കുന്ന വചനം, രക്ഷിക്കുന്ന വചനം, ഉദ്ധരിക്കുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം, ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി തിരുവചനം അണ്ണാക്കിന് മധുരം. ഇന്ന് രാത്രി തിരുവചനം അണ്ണാക്കിന് മധുരമാ. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അപ്പൊ തെസ്സലോനിക്കരുടെ ക്വാളിറ്റി ഇവരെല്ലാവർക്കും മാതൃകയാ. ഒന്നാമത്തെ മാതൃക, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന് സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. ഈ ഒത്തിരി പാരമെല്ലാം ചുമന്നോടെ നടന്നിട്ടും വലിയ ഗുണമൊന്നുമില്ല. ഭാരം ഒത്തിരി ചുമന്ന യാത്രക്ക് പാടുകയല്ലേ മരണ വീട്ടിൽ ഭാരങ്ങൾ ഒന്നും വേണ്ട യാത്രയിൽ. അമ്മേ പാടമേ ചാകത്തൊന്നുമില്ല. ഓ അമ്മ ഇപ്പൊ ചിന്തിക്കുക, വേറൊരു പാട്ട് ഇയാൾക്ക് കിട്ടിയില്ലേ? അയ്യോ, ഒരു കുഴപ്പവും വരികയില്ല. ഭാരങ്ങൾ ഒന്നും വേണ്ട യാത്രയിൽ അല്പമാപ്പം വിശപ്പീന് സ്വൽപ്പവെള്ളം ദാഹിക്കില്ല. ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രമാ രക്ഷകൻ. ഒരു ദിവസം മരണം നിന്നെ വന്ന് പിടികൂടും. സൂക്ഷം മരിക്കും. ഞാൻ മരണ വീട്ടിലൊക്കെ പറയാറുണ്ട്, ചിലരെ പോക്ക് ഇരിപ്പും പാവവും സംസാരം കണ്ടാൽ മരിക്കുകയല്ലെന്നും പറഞ്ഞ. ഞാനിവിടെ നോക്കി മിക്കതും പരിവക്കേടി ഇരിക്കുക. പോകാറായി, ലക്ഷണമൊക്കെ ഉണ്ട്. തുള്ളനഴഞ്ഞ് നടക്കും, രോചനക്കുരു പോകാറായി. ബദാം വൃക്ഷം പൂക്കി. ഇപ്പൊ പിന്നെ പൂത്തതേതാ പൂക്കാത്തതാന്നൊന്നും
അറിയത്തില്ല, പൂത്തതെല്ലാം പൂക്കാത്ത പരുവത്തിന് ഇപ്പൊ കൊണ്ട് കണക്കുക. പാസ്റ്റർമാരും ഒക്കെ ചിലരും പൂത്തതൊക്കെ ഒരു പൂത്തത് ഏതാ പൂക്കുന്നു വാടിയൊരു പൂവല്ലിത്തു മഴയാൽ പൂക്കുന്നു വാടിയൊരു പൂവല്ലിത്തു മഴയാൽ ഓർക്കുന്നു നിന്റെ പാലനം പരമേശ, ഓർക്കുന്നു നിന്റെ പാലനം പരമേശ, പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. ഒരു ദിവസം മരണം നിന്നെ വന്ന് പിടികൂടും. അപ്പോൾ മരണത്തിന്റെ ആ തണുത്ത കരം വന്ന് തലോടുന്നതിന് തപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പാടാൻ അറിയത്തില്ല, ട്യൂണും ഒന്നുമില്ല, അവര് നന്നായിട്ട് പാടും, അവര് പഠിച്ചവരാ, എനിക്കിതൊന്നും അറിയത്തില്ല. പിന്നെ പാടുന്നെന്ന് തൊട്ട് ഞാൻ പറയുന്നുമില്ല. ഇന്നാളൊരു തള്ള പറഞ്ഞു, എന്തിനാ കിടന്ന് കാറുന്നെന്ന്. അതാ സത്യവും. ആ അമ്മ പറഞ്ഞതാ സത്യം. പുള്ളി ചോദിച്ചാൽ നിങ്ങൾ രണ്ടും കൂടെ കടന്ന് കാറുന്നത് എന്തിനാന്ന്. പാടുന്നെന്ന് പോലും ആ തള്ള സത്യവുമാണ്. എങ്കിലും തെറ്റുകാണെങ്കിൽ കേൾവിക്കാർ ക്ഷമിക്കണം. കത്തോലിക്കരാകുന്ന മാന്യ സഹോദരങ്ങള് മരണവീടുകളിൽ ചിലപ്പോൾ റെക്കോർഡ് ഇടും, അല്ലെങ്കിൽ അവർ പാടും. ആ വരി ഇങ്ങനെ തെറ്റുകാരനെ ക്ഷമിക്കണേ. സന്തോഷം കൊണ്ടങ്ങ് വരികൾ ആവർത്തിക്കുന്നത് അപാകത കൊണ്ടേ പൂർക്കണം. ആ വരി ഇങ്ങനെ: മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൽ ജീവിത ചെയ്തികളും മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൽ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ അലസത കൂടാതെ. അപ്പൊ ശ്രദ്ധിക്കുക, മരണം വരും, സകല എണ്ണത്തിനെ പിടികൂടും. ഒന്നുകൂടെ ആവർത്തിക്കാം, കണ്ണടയുന്നതിന് മുമ്പ് കർത്താവിന് രക്ഷിതാവായി സ്വീകരിച്ചോണം. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് തിരുമുൽക്കാഴ്ചയും വെക്കണ്ട, നിന്നെ അങ്ങ് കൊടുത്താൽ മതി. എൻ്റെ യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടെ നെടുന്നള്ളി വരണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മുന്നോട്ട് ഓടിച്ചു പോകാം. അപ്പോൾ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അപ്പൊ മറുവശമുണ്ട്, വചനം പറയുന്നവരും അങ്ങനെ ആയിരിക്കണം. 5-ാം വാക്യം 5 എങ്ങനെയാ വചനം പറയട്ടെ? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. കുറെ വാക്യം മാത്രം അങ്ങോട്ട് പറയല്ല. മത്തായി 8:3, 4:6, 7:3, 6:2, 8:14, 14-ന് 4 പിരിവ്. ആ ഒരു പിരിവിനെ 8ആയിട്ട് വീണ്ടും പിരിക്കാം. ആ പിരിവിനെ പറ്റി ചിന്തിക്കുമ്പോൾ സത്യമായി പറയുന്നത്, എന്നാലും അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് നോക്കുകയല്ലെന്നാ പൗലോസ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം വായിരുമോളെ, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പിന്നെ എങ്ങനെയായിരുന്നു? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. ഇത് 3 വേണം: ശക്തി, പരിശുദ്ധാത്മാവ്, ബഹുനിശ്ചയം. ഇങ്ങനെ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നത്. ശക്തിയോടും പരിശുദ്ധാത്മാവോടും നല്ല അഭിഷേകമൊക്കെ പ്രാപിച്ച അഭിഷേകത്തിന്റെ നിറവിൽ ബഹുനിശ്ചയം. ഓർമ്മയില്ലാത്തവര് കുറിച്ചു വെക്കണം. കുറിച്ചു വെക്കുന്ന തെറ്റൊന്നുമല്ല. ചില വിശ്വാസികൾ പറയും, ഞങ്ങളുടെ പാസ്റ്റർ കുറിപ്പ് പ്രസംഗിക്കുന്നത്. അയാൾക്ക് വിവരമുണ്ട്, അയാൾക്ക് വിവരമുള്ളത്. അല്ലെങ്കിൽ ഓർക്കുന്നില്ലെങ്കിൽ അടുത്ത വാക്യം വായി ചൂപ്പാട് വരിക. അടുത്ത വാക്യം ഉടനെ വിശ്വാസി പറഞ്ഞ് തീർന്നു എന്നാ ഇനി സാക്ഷി പറ. ഓർമ്മയില്ലാത്തവര് കുറിച്ചു വെക്കുന്നത് നല്ലതാ. വിശ്വാസികൾ ഓർക്കുന്നത് കുറിച്ചു വെക്കുന്ന മഹാഭാവ നല്ലതാ, കുറിച്ചു വെക്കണം.
പിന്നെ എഴുതി വെക്കണമെന്നല്ലേ, എഴുതണമെന്നല്ലേ. യോശുവായി മോശയൊക്കെ എഴുതി വെക്കണമെന്ന എഴുതി. പിന്നെ വീട്ടിലുമൊക്കെ എഴുതി വെച്ചായിരുന്നു. വീട്ടിൽ വണ്ടിയിൽ എഴുതണമെന്നൊന്നും എഴുതിയിട്ടില്ല. വണ്ടിയിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എഴുതിയാൽ ആ വണ്ടിയും കൊണ്ട് അങ്ങനെ പോകാവൂ. ജീസസ് കമ്മിങ് സൂൺ കള്ള് ഷാപ്പിന് അവിടെ കിടക്കുന്നു. ഗിഫ്റ്റ് ഓഫ് ഗോഡ് ബാറിന്റെ അവിടെ. മനസ്സിലാകുന്നുണ്ടോ? ആ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണല്ലോ. ഗിഫ്റ്റ് ഓഫ് ഗോഡുമായിട്ട് പോവുക. വഴിയിലൊരു ഉപദേശി ഒരു വിശ്വാസിക്കുന്ന കയറ്റുകയല്ല, ചവിട്ട് വിട്ടോളാൻ. എടുത്തു വെച്ചേക്കുന്ന തന്നെ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ് അല്ല, നിനക്ക് മുതുപിശാച് തന്നതാ. അങ്ങനെ എഴുതി വെക്കണ്ടേ. എഴുതി വെക്കുകയാണെങ്കിൽ ആ വെക്കുന്നതിനനുസരിച്ച് വേണം ഇതുമായിട്ട് പറ. അത് വേണം. ഞാൻ എല്ലാ ദിവസങ്ങളിലും മിക്കയിടത്തും പറയാറുണ്ട്, വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുക. ഞങ്ങൾക്കൊരു വേണ്ടപ്പെട്ടവരുണ്ട്, രായ്മ കൊച്ചമ്മയുടെ വീട്ടിൽ എഴുതി വെച്ചിരിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു. ഇപ്പോഴും അങ്ങനെ ചില വീടുകളിൽ എഴുതി വെക്കും. വലിയ വീടാണ്, 2-3 നില, മതിലെ മുഴുവൻ വാക്യം, എല്ലാം നല്ലതാ. വാതുക്കൽ എഴുതി വെച്ചിരിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട എന്തിന് പുറത്ത് നിൽക്കുന്നു വരാൻ. എന്നാ ചെല്ലാന്നോർത്തി ചെന്നപ്പോ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുക, പട്ടിയുണ്ട്. എന്തിനാടാ ഇത് രണ്ടും കൂടെ എഴുതി വെച്ചേക്കുന്നേ? ഒന്നെങ്കിൽ പട്ടി ഉണ്ടെന്ന് എഴുത, ഇല്ലെങ്കിൽ യഹോവ അകത്തുണ്ടെന്ന് എഴുത. രണ്ടും കൂടെ വേണ്ടല്ലോ. വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും എന്തിനാ? എഴുതുന്ന കൊള്ളാം, അവനനുസരിച്ച് വേണം. മനസ്സിലാകുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും ശക്തിയോടും വചനം പറയണം. ഇങ്ങനെ ദൈവദാസന്മാർ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ കേൾക്കുന്നവർ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നാലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. ഇതാണ് തെസ്സലോനിക്കരുടെ വിശേഷത, മാതൃക. അപ്പൊ ഒന്നാമത്തെ മാതൃക പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. രണ്ടാമത്തെ മാതൃക, ഒത്തിരി പറയാനുണ്ട്, ഒന്നുകൂടെ പറയാം ആ വിഷയത്തിൽ. രണ്ടാമത്തെ മാതൃക, ഇവര് നല്ലതുപോലെ വേർപാട് പാലിച്ചവരാ. ആര്? തെസ്സലോനിക്കര്. വേർപാടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന വേർപാടല്ല ഉദ്ദേശിച്ചത്. ലോകത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ആചാരത്തിൽ നിന്നും, അനുഷ്ഠാനത്തിൽ നിന്നും, പാരമ്പര്യത്തിൽ നിന്നും, മാമൂലുകളിൽ നിന്നും ഒക്കെ വേർപാട് പാലിച്ചാ നിൽക്കുന്നെന്ന്. മോളെ വായിച്ചേ വേർപാടിന്റെ വാക്യം 9-10 ഒന്നുകൂടെ വായിച്ചു. 1:9-10 അതിനകത്തൊരു പദം കൊണ്ടെടുക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. അടുത്തത്, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടു. അതാ വേർപാട്. അല്ലാതെ തള്ളച്ചി അവിടുന്ന് പോകുന്നത് പോലല്ല വേർപാട്. ആരാ? പഴയ തള്ള റേച്ചൽ ആന്റി അവിടുന്ന് പോന്നപ്പം അത് എടുത്ത് ഒട്ടകക്കോപ്പിനകത്ത് ഇട്ടേച്ച് ജേക്കബിന്റെ കൂടെ അമ്മാമ്മ സോദരി സമാജത്തിന്റെ പ്രസിഡന്റാ. അമ്മാമ്മയും പാടുക, മോക്ഷയാത്രയാണിത്. അപ്പൊ ഇത് കിടന്ന് അടിക്കുക, തങ്കമ്മേ എന്നെ വിടറി എന്ന് പറഞ്ഞു. ഏതാ? മനസ്സിലാകുന്നുണ്ടോ? പാട്ട് പാടി പോവുക, ഇടയ്ക്കിടയ്ക്ക് ജീസസ് എന്നൊക്കെ ചീറ്റുന്നുണ്ട്. ഇത് വിട്ടേച്ച് വേണം ദൈവത്തെ സേവിക്കാൻ. ഏകവചനമല്ലല്ലോ, ബഹുവചനമല്ലേ. ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചേ. കെസിയായുടെ മോളാണോ അത്? അവള് സമ്മതിക്കുന്നില്ല വാക്യം വായിക്കാൻ. വായിച്ചു വന്നാൽ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവന് മരിച്ചുപെടുന്ന ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിനുമായി വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. അടുത്ത പദം, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട്. ബഹുവചനമാ, വിഗ്രഹങ്ങളെ വിട്ട്. ഏകവചനമല്ല. അപ്പൊ പലതുണ്ട് വിടാൻ. കർത്താവിനേക്കാൾ ഉപരി
ഞാനും നിങ്ങളും എന്തിനെ സ്നേഹിക്കുന്നു അതെല്ലാം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വിഗ്രഹ സേവയാ. നിനക്ക് വേണ്ടി ജീവനെ തന്ന, നിനക്ക് വേണ്ടി രക്തം ചിന്തിയ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രാണനെ തന്ന, നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച നസറയനാകുന്ന യേശുക്രിസ്തുവിനേക്കാൾ ഉപരി വേറെ എന്തിനെങ്കിലും ഒരു ദൈവമൈതൽ പ്രാധാന്യം കൊടുത്താൽ അതെല്ലാം ഈ പട്ടികയിൽ വരുന്നതാ. ഇത് വിടണം. സ്തോത്രം. അവിടെ ഒരു പദമുണ്ട്, വിഗ്രഹങ്ങളെ വിട്ടു. അങ്ങനെ അടിച്ചേക്കുന്നത് വിട്ടെന്നല്ലേ? വിട്ടു. അത് വേർപാടാ. രണ്ടാമത്തെ മാതൃക, ഇവര് വേർപാട് പാലിച്ച ദൈവമക്കളാ. ഞാൻ ഇനി പെന്തിക്കോസുകാരോട് പറയാം, നീ വേർപാട് പാലിക്കണം. ഇപ്പൊ പറയുന്ന ഇനിയും ഒരു 2 മിനിറ്റ് പെന്തിക്കോസുകാരോടാ. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് എല്ലാ ഞായറാഴ്ചയും, ചിലയിടത്ത് മാസത്തിലൊന്ന് ആയിക്കോട്ടെ, തിരുമേശ എടുക്കുന്ന നിന്നോടായി പറയുന്നത്, നീ വേർപാട് പാലിക്കണം. എല്ലായിടത്തും ചെന്ന് കൂടരുത്, എല്ലാത്തിനും ഓശാന പാടരുത്, എല്ലായിടത്തും ചെന്ന് തലയിടരുത്. സൺഡേയിൽ ഇവിടെ വേറെ പുസ്തകമായിട്ട്, മൺഡേ കൊടിയും പിടിച്ചോണ്ട് അവിടെ. മനസ്സിലാകുന്നുണ്ടോ? സൺഡേ വെള്ള സാരി അല്ലെ വെള്ള ചുരിദാർ, വെള്ള ജിബ്ബ മുണ്ടെടുത്തോണ്ട് ഇവിടെ. വെനസ്ഡേയിലെ വേറൊരു ജാഥയുടെ പുറകെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വല്ലോ മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. ദൈവത്തിന് മഹത്വം. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. വിശേഷിച്ച് ദൈവമക്കൾ, ഇത് കർത്താവിന്റെ ഉപദേശമാണ്. നമ്മുടെ നായകനും നമുക്ക് മാതൃക നസറയനാകുന്ന യേശുവാ. എന്താ യേശുവിന്റെ മാതൃക? ഈ കന്നത്തടിച്ച ഇപ്പുറം കാണിച്ചു കൊടുക്കണം. അതാ മാതൃക. ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക അടിച്ചാൽ തിരിച്ചടിക്കരുത്. ഇതാ നമ്മുടെ മാതൃക. അതല്ലേ എത്ര ഉപദേശിമാരെ അടി ചൂപ്പാട് പെടുത്തുന്നു, ഒരെണ്ണം തിരിച്ചടിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ? യേശുവാ മാതൃക. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയില്ല, ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ പരമേൽപ്പിച്ചു. അവിടെ എല്ലാം തല്ലു മേടിക്കുന്നത് ആരും തിരിച്ചു തല്ലുന്നില്ല. ഇല്ല. അതിനാ തല്ലറിയാൻ മേലായിട്ടാണോ? നമ്മുടെ മാർഗം ഇതല്ല. നമ്മുടെ മാതൃകം അടി കൊണ്ട് കാണെങ്കിൽ സ്തോത്രം ചെയ്തോണം. അടി കൊണ്ട് കാണേ എന്നാ നടക്കുവോ? എന്നെ ആരെങ്കിലും തല്ലി കാണാൻ നിന്നുകൊള്ളു, ഓടാനും വയ്യ. അതാ ഇതിലൊക്കെ വിചിത്രം. നിന്നുകൊള്ളുകയല്ല. ഇന്നാളൊരാൾ പറഞ്ഞു തല്ലാനുണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ആയിക്കോട്ടെ, നമ്മുടെ മാർഗം തിരിച്ചടിക്കുന്ന മാർഗമല്ല. ഭീഷണിപ്പെടുത്തും. ഒന്നും പറയരുത്, മൗനം ദീക്ഷിച്ചോണം. പോയി കൊടി പിടിക്കരുത്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങളിലൊന്ന്. അങ്ങനത്തെ ആൾക്കാർ എന്നിട്ട് ഈ തൊടിയിലെല്ലാം തൊട്ടിട്ട് എന്നെ ചെയ്തു, എവിടെല്ലാം തൊടുക, എന്തോ ചെയ്തു. ഇന്നാളൊരാൾ പറഞ്ഞു, സ്തോത്രം, നമുക്ക് ഒരാളിനെ നിർത്തണം, ജയിപ്പിക്കാൻ. ഞാൻ ചോദിച്ചു, എന്തിനാ? നമ്മളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ ആവശ്യമില്ലാത്ത. എടാ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതൻ ജാഗരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. നീ ചെയ്യേണ്ട ഒറ്റ മാർഗ്ഗമുള്ളൂ, മുട്ടയിലിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മുടെ മാർഗം. നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. ഇവരുടെ മാതൃക, ഇവര് വേർപാട് പാലിച്ചവരാ. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം കേട്ടോ. ലോകക്കാരെ പോലെ മറ്റുള്ളവരെ പോലെ ജീവിക്കാനും നടക്കാനും എടുക്കാനും ഒന്നും നമുക്ക് പ്രമാണമില്ല. എല്ലാത്തിലും, സംസാരത്തിലും പ്രകൃതിയിലും ഇടപാടിലും പോക്കിലും വരവിലും, മുമ്പേ പറഞ്ഞല്ലോ, നടപ്പിലും ആരാധനയിലും വസ്ത്രധാരണത്തിലും സംസാരത്തിലും എല്ലാത്തിലും വേർപാടാ. ഞാൻ എപ്പോഴും പറയും, നമ്മളെല്ലാം വിട്ടെന്നും പറഞ്ഞാൽ ഈ വന്ന് കുത്തിയിരിക്കുന്ന ഒന്നും വിട്ടിട്ടില്ലെന്നുള്ളതാ സത്യവും. വിട്ടോ, എല്ലാം വിട്ടോ. എന്തോ വിട്ടു പാവത്താന് ഒന്നും വിട്ടിട്ടില്ല.
ഞാൻ എപ്പോഴും പറയും, ഒന്നുകൂടെ ആവർത്തിക്കുക, ഈ നമ്മൾ വിടേണ്ട കാര്യമെല്ലാം ഞാനിങ്ങനെ പൊതുവില് രഹസ്യമായിട്ട് പലത് കാണും, നമുക്കറിയത്തില്ല ഓരോരുത്തരുടെ രഹസ്യ ജീവിതം, അത് ദൈവം അവരും കൂടെ തീർക്കണം. എങ്കിലും പരസ്യമായ ചില കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അത് ഞാനിങ്ങനെ നോട്ട് ചെയ്തു. ഇനി എന്തൊക്കെ വിടാനുണ്ട്, നമ്മൾ വിട്ടെന്ന് പറഞ്ഞാൽ വന്ന് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ശാന്തമായിട്ട് ഇങ്ങനെ ആരെയും വ്യക്തിഹത്യ ചെയ്യുകയല്ല, ശാന്തമായിട്ട് നോട്ട് ചെയ്ത് ഇനി നമ്മൾ വിടാൻ എന്തൊക്കെയുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ എൻ്റെ ദൃഷ്ടിപ്പെട്ട കാര്യങ്ങൾ നോക്കിയപ്പോൾ ഒരു 158 കൂട്ടം കാര്യം നോട്ട് ചെയ്തു. ഇനിയും വിടാൻ 158 ഇനിയും നമ്മൾ കളയാനുണ്ട്. എന്നാ 1-2 പറയാം. അപ്പൊ നിങ്ങളിപ്പോ പറയും, ഇല്ല പാസ്റ്റർ 158 ഒന്നുമില്ല, എല്ലാം കളഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ 1-2 പറയാം. അതെല്ലാം വിട്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞോണം, വിട്ടില്ലെങ്കിൽ പമ്മിയിരുന്നോണം. അത് വിട്ടെങ്കിൽ ഒന്നുകൂടെ പറയാം, എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറയണം. വിട്ടെങ്കിൽ അതാ കുറച്ചുകൂടെ നല്ല, അപ്പൊ ആളിനെ ഒന്ന് കാണുകയും ചെയ്യാം. വിട്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞോണം. വിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കും പോലെ പമ്മി ഇരുന്നാ മതി. എല്ലാവരുടെയും കാര്യമല്ല, ചില ബന്ധിക്കോസുകാര് എല്ലാവരും അല്ല, ചിലര് ഇപ്പോഴും ഈ പുതിയ വീട് പണിത് കഴിയുമ്പോൾ പാല് കാച്ചുന്നവരുണ്ട്. വിട്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കും പോലെ പമ്മി അവിടെ ഇരുന്നോണം. ആട്ടെ, ദൈവത്തിന് മഹത്വം. ചരിത്രം ഒന്നും പറയുന്നില്ല, ആർക്കാ ഇത് കൊടുക്കുന്നതും എന്തിൻ്റെതാണെന്നും ഒക്കെ ഇപ്പൊ പറയുന്നില്ല, കൺവെൻഷൻ ആയതുകൊണ്ടാണ്. ഇപ്പോഴും വിവാഹമൊക്കെ കഴിയുമ്പം നമ്മുടെ ഇടയിൽ തന്നെ അമ്മക്കച്ച കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, മേടിച്ചവരുണ്ട് ഇതിനകത്ത്. അത് സാമ്പത്തിക ഭദ്രത അനുസരിച്ചാ അതിന്റെ വില. വിട്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ, മേടിച്ചില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ പറയണം, ഒന്ന് കാണാമല്ലോ. ആട്ടെ, ഇന്ന് ഹല്ലേലൂയ പറഞ്ഞതുവാ. ദൈവത്തിന് മഹത്വം. ഇപ്പൊ എത്ര എണ്ണമായി? വിട്ടെന്നല്ലേ പറഞ്ഞു, എണ്ണിക്കോണം, ചുമ്മാ ഇരിക്കല്ലേ. എണ്ണിക്ക് പേനടുത്ത് നോട്ട് ചെയ്ത് ഞാൻ തരാൻ പോവാ. എല്ലാവരുടെയും കാര്യമല്ല. ഇപ്പോഴും ചിലര് പുതിയ വീട് പണിയുമ്പം ആരാണ്ട് പറഞ്ഞു കൊടുത്ത കള്ളിപ്പാലയുടെ ഒരു കമ്പ് മുറിച്ച് അവിടെ തൂക്കിയാക്കാൻ, ഇല്ലെങ്കിൽ പഴയ മംഗലം ഉണ്ടെങ്കിൽ എണ്ണുന്നുണ്ടോ? വിട്ടെങ്കിൽ അങ്ങ് ഹല്ലേലൂയ പറഞ്ഞോണം. ആട്ടെ, സ്തോത്രം. ചില സഹോദരിമാര് തമ്മിൽ വർത്തമാനം പറയുമ്പം പറയല്ലേ, എൻ്റെ മേരിക്കുട്ടി ഈ കുടുംബത്ത് വന്നാ ഞാനിതെല്ലാം അനുഭവിച്ചത്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിൽ ഈ തള്ളയ അവരുടെ മൂത്ത മോള് എന്നോട് ചെയ്ത കടുങ്കൈ ഞാൻ ഒരുത്തി ആയതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് ഈ പാലമറ്റെത്തിപ്പോഴും പിടിച്ച് നിൽക്കുന്നേ. ഇവരാരാ അമ്മയും മോള് വന്ന് അറിയാമോ? നിനക്കറിയത്തില്ല മേരിക്കുട്ടി, ഇവരെന്നോട് ചെയ്തതെല്ലാം. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു വെച്ച് പറയും, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ മേരിക്കുട്ടി. കണ്ടോ എന്നതാ പല്ല് ചലക്കുന്ന. നോട്ട് ചെയ്യേ എന്ത് ചെയ്യേ, പേന നോട്ട് ചെയ്യേ. വിട്ടെന്നാ എല്ലാരും പറഞ്ഞേ. പുള്ളി തുടക്കത്തിലേ പറഞ്ഞ എല്ലാം വിട്ടെങ്കിൽ വിട്ടു. പാവത്താന് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ചില ബന്ധുക്കോസുകാർ പറയലേ, തങ്കമ്മേ നമ്മളൊരു സഭയിലേക്കാ, പക്ഷെ സന്ധ്യ കഴിഞ്ഞ് ഞങ്ങളുടെ മുറ്റത്തൂടെ വെള്ളവും കോരിക്കൊണ്ട് നമ്മളൊരു സഭയിലൊക്കെ ആ കാര്യം ശരി, പക്ഷെ എണ്ണേ അനിയത്തിയോട് ചേടത്തി അല്ലെങ്കിൽ അമ്മ മരുമകളോട്, എടി സന്ധ്യ കഴിഞ്ഞ് കല്ലേ തല്ലി തുണി ഈ ഓടി ദൂരെയൊക്കെ ജോലിക്ക് പോകുന്നവരും മെത്തപ്പാടുള്ളവര് വണ്ടിയില്ലാത്തവര് നടന്നും ക്ഷീണിച്ചു വരുന്നത്, അവർക്ക് പിന്നെ നന്ദിക്കല്ലാതെ പിന്നെ എപ്പോഴാ കഴുകാൻ നേരം? രാവിലെ പിന്നെയും പോകണം. ഞാൻ ഒരു സ്ഥലത്ത് താമസിച്ചപ്പോൾ അവിടെ വേറൊരു ആള് പറഞ്ഞു, ഞാൻ യോഗമൊക്കെ കഴിഞ്ഞേച്ച് രാത്രി വരും, ചിലപ്പോൾ രാത്രിയില്ലാത്ത ഈ തുണിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴല്ലയോ വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ട്. അപ്പൊ അന്ന് കല്ലിൽ കുത്തിപ്പോയി. അപ്പം അപ്പുറത്തെ ഒരു അച്ചായം വന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിലെ അമ്മാമ്മയോട് പറഞ്ഞു,
ആ ചെറുക്കനോട് പറയണം സന്ധ്യ കഴിഞ്ഞ് തുണി തല്ലി. അപ്പൊ അമ്മാമ്മ അവരെയും പിണങ്ങാനൊക്കത്തില്ല, എന്നോട് വന്ന് പറയാനൊത്തില്ല. അമ്മാമ്മ വന്ന് പറഞ്ഞു, മോനെ ഇന്നതുപോലെ ആട്ടെ. പിറ്റേന്ന് ഞാൻ വന്നപ്പോൾ തുണി കഴുകി. ഉടനെ പുള്ളി വന്ന് പറഞ്ഞു, കല്ലേ തല്ലി. ഞാൻ പറഞ്ഞു, നാളെ മുതൽ കഴുകുന്നില്ല, ഇവിടെ വെച്ചേക്കാം, കഴുകി ഇട്ടേക്കണം, പകല് കഴുകി ഇട്ടേക്കണം. പിന്നെ പറഞ്ഞില്ല. എനിക്ക് നേരം ഉള്ളപ്പോഴല്ല ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ ചില ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ കാര്യം വിട്, പെന്തിക്കോസുകാരുടെ കാര്യമായി പറഞ്ഞ്. അമ്മായിയമ്മ മരുമകളും അടുക്കള പെരുമാറുമ്പോൾ ചിലയിടത്ത് ചില അമ്മായിയമ്മ പറയുക, എടി നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കടുക് താഴെ എന്നാ ഉറക്കെ പറ. ഇയോടി ഈ സഭകളിലെല്ലാം വഴക്കുണ്ടാക്കുന്ന കടുക് തൂക്കിയിട്ടാണോ? കസേരയ്ക്ക് അടിക്കുന്നു. കടുക് സഭയ്ക്കകത്തവിടെ ആരാ കണ്ട് കടുക് തൂക്കിയേ? നിങ്ങൾ ഒന്നും അറിയാൻ മേലാത്തവരെ പോലെ ഇരിക്കുന്നേ. ഒത്തിരി ഇങ്ങനെ ആചാരങ്ങളുണ്ടെന്ന മാമൂലുകളെ. രാവിലെ മുറ്റത്തിറങ്ങിയ ചകത്തോട്ട്, അച്ചായ ഇന്ന് വിരുന്നുകാരുണ്ട്. ഏതാ കാര്യം എന്നാ? എവിടെ ഇരുന്ന്? പണ്ട് ഏതോ ഒരു പാട്ടുണ്ടായിരുന്നില്ല, കദളി വാഴ കയ്യിലിരുന്ന്. അതും അറിയാം, ഒത്തിരി പാടിയിട്ടുള്ളതാണല്ലോ. ഇപ്പോഴും ഉണ്ട് ഈ ആചാരങ്ങൾ, ഈ മാമൂല് വിശ്വസിക്കുന്നവര്. ചില പറയത്തില്ലയോ, അയ്യോ എന്നാന്നോ എന്നല്ല മുതൽ കാണങ്ങ് എന്നാ കാര്യം എന്നാ എണ്ണുന്നുണ്ടോ? ദൈവത്തിന് വിട്ടെന്നാ പറഞ്ഞേ വിട്ടില്ലെന്നാ ഞാൻ തെളിയിച്ചോണ്ടിരിക്കുന്നത്. ഒത്തിരി മാമൂലേ, ആചാരമേ. ചെല്ലു പറയത്തില്ലയോ ഞാൻ ഇന്ന് കണ്ടമാനം ചിരിച്ചു. പറ, അർത്ഥം പറ. ഇപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. ഇവിടെ ഈ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നെന്നാ വാക്യം ഇല്ലേ? വായിച്ചിട്ടില്ലേ? സ്വർഗത്തിൽ ഇരിക്കുന്നവൻ അങ്ങനെ എഴുതിയേക്കാം. 4-ാം വാക്യമല്ലേ? അല്ലെ 4 2-4 മോളെ. പിന്നെ സങ്കീർത്തനം പെട്ടെന്ന് വായിച്ചേ. ഇവിടെ വായിച്ചേ. യഹോവയ്ക്കും തന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും. എന്റെ മോളെ 2-4 വായിക്കാം. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ 37-13 കൂടെ വായിച്ചോ. സങ്കീർത്തനം 37-13 അവിടെ ഉണ്ട്. കർത്താവ് അവരെ നോക്കി ചിരിക്കും, പിന്നെയും ചിരിക്കുന്നെന്ന്. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, ഇത് ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വിഡ്ഢികളെ കണ്ടുകൊണ്ട് ചിരിക്കുക. എല്ലാം എടുക്കുന്നില്ല. 2-ാം സങ്കീർത്തനം 4 വായിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. കാരണം പറയാം, 2-ാം സങ്കീർത്തനം മഷികൈക സങ്കീർത്തനമാ. അതെന്നാ ചിരിക്കാൻ കാര്യം? 1-ാം വാക്യമാ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും. ഇതിന്റെ പശ്ചാത്തലം വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. ദാവീദ് യെരൂശലേം പിടിക്കാൻ വന്നപ്പോൾ യെരൂശലേമിലുണ്ടായിരുന്ന യെബൂസ്യര് ദാവീദിനോട് പറഞ്ഞു, ദാവീദ് ഇവിടെ കടക്കത്തില്ല, ഇവിടുത്തെ കുരുടന്മാരും മുടന്തന്മാരും പോയി തടുത്താൽ മതിയെന്ന്. ഇത് അവരെല്ലാം കൂടെ ചേർന്ന് പിന്നെ ആ യെബൂസ്യയിലുള്ള മറ്റ് ജാതികളെല്ലാം കൂടെ ചേർന്ന് നിരൂപണങ്ങൾ നടത്തി. 5-5 ആദ്യം വായിച്ചേ. ശാമുവേലിന്റെ 2-ാം പുസ്തകം 5-5 ആദ്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ഗസിയ വായിക്കും മോളെ. അവൻ ഹെബ്രോനിൽ യഹൂദായിക്ക് 7 സംവത്സരവും 6 മാസവും യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്കും 33 സംവത്സരവും രാജാവായി വാണു. രാജാവും അവന്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. അടുത്തത്, ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചിട്ടവര് ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് യെബൂസ്യര് മുഴുവൻ ഒന്നിച്ചു. മാത്രമാണോ 18-ാം വാക്യം വായിച്ച് 5-18 ഫെലിസ്ത്യർ വന്ന് രഫായീം താഴ്വരയിൽ പരന്നു. പരന്നു.
അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? അപ്പൊ ചുരുക്കി പറഞ്ഞ യെബൂസ്യര്, ഫെലിസ്ത്യര് ഇവങ്ങളെല്ലാം കൂടി നിരൂപിക്കുക. വംശങ്ങൾ വ്യർത്ഥമായത് ദാവീദ് കടക്കത്തില്ല, ഇവന് കയറാനൊക്കത്തില്ല, ഇവനെ ഒതുക്കും, ഇതോടെ തീർക്കും. അന്നാലും ഇതെല്ലാം കൂടെ കണ്ടും കേട്ടും സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുക. ഇത് കർത്താവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾക്കും അറിയാം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കാൻ അവിടുന്ന് മരിച്ചു. തിരുമരണം, പങ്കപ്പാടുകളും വ്യതകളും ഒക്കെ സഹിച്ച് മുൾക്കിരീടധാരിയായി മുഖത്തെ രോമമെല്ലാം പിടിതെടുത്ത് ഉടവജാലുപോലെ മുതുക് നീളത്ത് കീറി അവൻ കന്നത്തടിയേറ്റ് കാർക്കിച്ച് തുപ്പൽ സഹിച്ച് എന്തിനേറെ പങ്കപ്പാടുകളും വ്യതകളും എല്ലാം സഹിച്ച് തിരുവചനം പറയുന്നത് പോലെ അവിടുന്ന് മരിച്ചു. തിരുമരണം. ആ കർത്താവിനെ കല്ലറയിൽ കൊണ്ടുവന്ന് വെച്ചു. അരിമത്തിയില് യോസേപ്പിന്റെ ആരെയും വെക്കാത്ത പുത്തൻ കല്ലറ. കല്ലറയെ കൊണ്ടുവച്ച് ത്രിവിധ ശക്തികൾ എതിർത്ത് നിൽക്കുക. മതശക്തിയും രാഷ്ട്രീയ ശക്തിയും പൈശാചിക ശക്തിയും. എന്താ? യേശു ഉയർക്കാതിരിക്കാൻ. സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുക. യഹൂദമതം ഒന്നടങ്കം ശാസ്ത്രിമാരും മഹാപുരോഹിതനും നീളക്കുപ്പായോ നിലയെങ്കിലും തുണി ഒത്തിരി കൊടുത്താൽ വല്ലോ കർത്താവ് ഉയർക്കാതിരിക്കുമോ? മനസ്സിലാകുന്നില്ല. ദൈവത്തിന് മഹത്വം. മഹാപുരോഹിതന്മാരും എല്ലാം പറഞ്ഞു ഉയർക്കരുത്, ഉയർക്കരുത്. യുവന്മാര് സംഘം ചേർന്ന് ഇതെല്ലാം നിരൂപിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുക, ചിരിക്കുക. അന്നേരം ഒരുത്തം വന്ന് പറഞ്ഞു, ചുമ്മാ വെച്ച് പോകരുത്, കല്ലുരുട്ടി വെക്കണമെന്ന്. കല്ല് യുവന്മാര് വലിയ കല്ലങ്ങോട്ട് ഉരുട്ടുമ്പോ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുക. ഈ വിഡ്ഢിവേഷം കെട്ടുന്നല്ലോ എന്നോർത്ത്. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അപ്പൊ കല്ലുരുട്ടുമ്പോ ഓർത്ത് നോക്കിയാ, ബേബി നീ നേരത്തെ ഉരുട്ടിയിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടിരുന്ന സഭയിലെ പാസ്റ്റർമാരെ എല്ലാം ഉരുട്ടിയ. ചോദിച്ചു നോക്കണം, നേരത്തെ ഇരുന്ന കുഞ്ഞു പാസ്റ്ററോട് ഞാൻ ഉരുട്ടിയിട്ടുണ്ടോ എന്ന്. എന്റെ ഉരുട്ട് മേടിക്കാത്ത ഒറ്റ ഒരുത്തനും പാലമറ്റത്ത്. അഭിപ്രായം കല്ലെല്ലാം കൂടെ ഉരുട്ടിക്കൊണ്ടുപോകുമ്പോ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. അന്നേരം പറഞ്ഞു, കല്ല് മാത്രം വെച്ചാൽ പോലെ മുദ്ര വെക്കണം. മുദ്ര റോമൻ ഗവൺമെന്റിന്റെ. ഉടനെ ചട്ടം കെട്ടിച്ചെന്ന് മുദ്രയും വെച്ചു. മുദ്രയെല്ലാം കൊണ്ട് വെക്കുമ്പോ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. അന്നേരം ഒരുത്തൻ പറഞ്ഞു, യോ ചതിയം പറഞ്ഞിട്ടുണ്ട് ഉയർക്കുമെന്ന്. അവന്റെ ആൾക്കാർ മോട്ടിച്ചുകൊണ്ട് പോയച്ച് പറയും ഉയർത്തെന്ന്. അത് പിന്നെയും വയ്യാവേലിയ. ഉടനെ പറഞ്ഞു, ഏതാണ്ട് 100 പടയാളികളെ വാളും പരിചയും. ഈ പടയാളികൾ കുന്തമൊക്കെ പിടിച്ചുമാൻ സ്വർഗത്തിരിക്കുന്ന ഇത് കണ്ട് ചിരിക്കുക. നിന്നോട് ബന്ധപ്പെട്ട് പറയാം, ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ദൈവം നിന്നെ ആദരിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് നിനക്ക് വിരോധമായി ആര് കരുക്കൾ ഒരുക്കിയാലും തന്ത്രം മെനഞ്ഞാലും ആര് നിനക്കെതിരെ വാട കോരിയാലും സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുക. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത കാണുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ചിരിക്കുക. ഒരായുധവും ഫലിക്കത്തില്ല. നിനക്ക് വിരോധമാണ്ടാക്കാൻ ആയുധം ഫലിക്കത്തില്ല. ദൈവം നിന്നെ ചുറ്റി പരിപാലിക്കും. ശത്രു തന്നെ തീയമ്പുകൾ മാരിപോലന്മേൽ തൊടുത്തിടുമ്പോൾ, ശത്രു തന്നൂടെ തീയമ്പുകൾ മാരിപോലന്മേൽ തൊടുത്തിടുമ്പോൾ സർവായുധവർഗ ശക്തി പകർന്നിടണേ. സർവായുധവർഗ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ആയുധങ്ങളൊക്കെ അവര് ക്രമപ്പെടുത്തുമ്പോ സ്വർഗത്തിരിക്കുന്നവൻ. നമ്മൾ ചിലയിടത്തൊക്കെ യോഗം നടത്താൻ ചെല്ലുമ്പം സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. നീ 2 ദിവസം കഴിഞ്ഞു മനസ്സിലായി കാണും. പാവം പിടിച്ച ഉപദേശമാരെ ഒരു പരസ്യവും നടത്താൻ സുവിശേഷം പറയാൻ ചെല്ലുമ്പോ നീ ഇങ്ങനെ പൊടിമീശ.
സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുക. ഒടുവിൽ പോട്ടെ, ദൈവത്തിന് മഹത്വം. നീ നിരാശപ്പെടുകയൊന്നും വേണ്ട. സമയമാകുമ്പോൾ ദൈവം നിന്നെ ആദരിക്കും. സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുവന്ന്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതെല്ലാം അങ്ങ് വിട്ടേക്കണം. ഒത്തിരി ഉണ്ട് പറയാൻ. 158 ഇപ്പൊ ഒരു 4-5 പറഞ്ഞില്ലേ, അത് പോരെ, ഇനിയും വേണോ? പുള്ളിക്ക് മതിയായിരുന്നോ? അതാണോ പറഞ്ഞു? പാവത്താണ് എന്റെ ദൈവമേ. ഒത്തിരി നമ്മൾ വിടാനുണ്ടെന്ന് ഇനിയും. 28 കെട്ട്, മാമോദീസ, ആണ്ടിയാത്തം, അടിയന്തിരം, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി. അപ്പച്ചന് 70, അമ്മച്ചിക്ക് 60. പണ്ട് കാശും പുത്തനുമില്ലാഞ്ഞുകൊണ്ട് ഇത് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ കാശും പുത്തനുമായി ചുമ്മാ ഇരിക്കുകയല്ലോ ഓരോ ആഘോഷം. കേക്ക് മുറിക്കുന്നത് എന്തൊക്കെയാണെന്ന് കൈ വിറക്കുക. തള്ളയുടെ കൈ വേറെ അസുഖം ഉണ്ടല്ലേ, വിറയ്ക്കുന്ന അസുഖം. എന്നെ അതിന് പറഞ്ഞത് ഇംഗ്ലീഷാ, എനിക്ക് പറയാൻ എന്തുവാ, കുളിരും കെടുകെടുപ്പും അല്ല, വേറൊരു അസുഖമുണ്ട്. പാർക്കിങ്. പാർക്കാന്നോ പൂന്തോട്ടമാണെന്നോ എന്തോ. ഒരു യോഗത്തിന് എന്നെ വിളിച്ചു. എന്തോ യോഗമാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് ചോദിക്കാനതില്ല, വരാന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം വല്യപ്പൻ്റെയും വല്യമ്മയുടെയും സപ്തതി ഷഷ്ടി. കേക്ക് മുറിച്ച് വിറക്കുക, മുറിച്ചേച്ച് അപ്പച്ചൻ അമ്മച്ചിയുടെ വായിലോട്ട്, അമ്മച്ചി അപ്പച്ചൻ്റെ വായിലോട്ട്. തള്ളയെടുത്തപ്പോൾ അയാളുടെ മൂക്കിനകത്താണ് കയറിയത്. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞൊന്നുമല്ല, ചിരിക്കാനൊന്നും പറഞ്ഞതല്ല. എടാ, കേക്ക് തള്ളി കയറ്റാതെ രണ്ടും കൂടെ കുത്തിയിരുന്ന് സ്തോത്രം ചെയ്യുക. അനേക കുടുംബങ്ങൾ തകർന്നപ്പോൾ, അനേകര് വിധവകളായപ്പോൾ, അനേകർ ഒറ്റപ്പെട്ടു പോയപ്പോൾ, എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് 2 പേർക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ, ഒന്നിച്ച് പാർക്കുവാൻ, ഒന്നിച്ച് കർത്താവിനെ ഭജിക്കുവാൻ ഈ ഭൂമിയിൽ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ദൈവത്തിന് നന്ദി പറ. ഇതൊക്കെയാ ചെയ്യേണ്ടത്. ഒത്തിരി ഉണ്ട്, വിടേണ്ട ഒത്തിരി കാര്യമുണ്ട്. ആ ഭാഗമെല്ലാം ഞാൻ ഇപ്പോൾ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. തെസ്സലോനിക്കരുടെ വിശേഷത: 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവര് മാതൃകാ വിശ്വാസികൾ. എന്തുവാ മാതൃക? 1, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. 2ാമത്തെ മാതൃക, ആമേൻ, ദൈവത്തിന് മഹത്വം, വേർപാട് പാലിച്ചു. പെന്തിക്കോസുകാരോട് ഞാൻ പറയാം, നീ എല്ലായിടത്തും ചെന്ന് തലയിടരുത്, എല്ലാത്തിനും പോകരുത്, എല്ലാ ചടങ്ങിനും പോകരുത്, എല്ലാ ഫംഗ്ഷനൊന്നും പോകരുത്. എല്ലാം തിന്നാനും കുടിക്കാനും കഴിക്കാനും കൂടാനും വ്യവസ്ഥയില്ലെന്ന്. നിങ്ങള് ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും പങ്കുകാരാകരുത്. ജാതികൾ ബലികഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാ. എല്ലാം കഴിക്കാനും കുടിക്കാനും ഒന്നും വ്യവസ്ഥയില്ല. ഒരു വാക്യം വായിച്ചോ, ഒത്തിരി ഉണ്ട് പറയാൻ. മോളെ, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 28 മുതൽ വായിച്ചേ. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കണം. ഇത് വർജിക്കണം. ഒന്നും വർജിക്കണ്ട, എല്ലാം സ്തോത്രത്താലും പ്രാർത്ഥനയാലും അങ്ങ് വെട്ടുക. ഇത് ഇന്നതാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടിയിൽ വിൽക്കുന്ന എല്ലാം നമുക്ക് അറിയത്തില്ല. അത് സ്തോത്രത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടും. എന്നാൽ ഇത് ഇന്ന വിഷയമാണ്, ഇന്നതാണെന്ന് പറഞ്ഞ് അറിഞ്ഞാൽ അത് പാടില്ല. അത് മാത്രമാണോ സഹോദരന് ഇടർച്ച വരുത്തുന്ന ഒന്നും പാടില്ല. ഇതാ ഉപദേശം. കിട്ടുന്നതെല്ലാം വെട്ടി അങ്ങ് വിഴുങ്ങുക. വേർപാട് പാലിക്കണം. ഇത് വേദപുസ്തകത്തിലെ ഉപദേശമാ വേർപാട്. അത് കർക്കശമായി പാലിക്കണം. ലോകക്കാരെ പോലെ അല്ല നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാ. 23:9 വായിച്ചേ മോളെ, സംഖ്യാപുസ്തകം കേക്കട്ടെ. 23:9 പെട്ടെന്ന് വായിച്ചോ. 23:9 പെട്ടെന്ന് വായിരു കസിയ. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന. വേർപാടാ. നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. അവിടെ ആരും
പാടില്ല. നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്താ. ഇതാ തനിച്ച് പാർക്കണം ഞാൻ ജാതികളുടെ കൂട്ടത്തിൽ. അയ്യോ, അതുകൊണ്ടല്ലോ ഹാമാൻ രാജാവിനോട് പറഞ്ഞത്, ഒരു ജാതി വായിച്ചേ മോളെ, 3:8 എസ്തേറിന്റെ പുസ്തകം 3:8 പെട്ടെന്ന്. എസ്തേർ 3:8. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള രാജ്യത്തിലെ ജാതികളുടെ ഇടയിൽ ഒരു ജാതി, വേറൊരു ജാതി. നിർത്തണേ. ജാതികളുടെ ഇടയിൽ ഒരു ജാതി. ഒരു ജാതി. അതേത് ജാതി? അതങ്ങ് നമ്മൾ പാടുകയല്ലേ, ഇതുപോലൊരു അതാ സ്തോത്രം, ഇതുപോലൊരു ജാതി. ഇപ്പൊ പാടുന്നത് വേറെ ആശയത്തില. അയ്യോ, ഇതുപോലൊരു സ്വരത്തിൽ അർത്ഥം ഉണ്ടല്ലോ. ഒരു ജാതി. വായിച്ചേ മോളെ. ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. ഒത്തിരി ഇല്ല കേട്ടോ, ഒത്തിരി കാണത്തുമില്ല. കരിയാപ്പ് എല്ലായിടത്തും ഇല്ലല്ലോ, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പക്ഷെ എല്ലായിടത്തും ഉണ്ട്. റോഡേ വരുമ്പോഴേ റോഡിന്റെ അവിടെ എല്ലാം കരിയാപ്പ് നിൽക്കുമോ? ഇല്ല. കൊണ്ട് നട്ടാലും വലിയ ബുദ്ധിമുട്ടാ. കിളിച്ച് ഇല്ലേമേ നട്ടാലും ഒരു തൈ കൊണ്ടുവന്ന് നട്ടു, ചെങ്കല്ല് പൊടിച്ചിട്ടു, ആട്ടും കാട്ട വിട്ടു, എന്നാലും പറഞ്ഞ് തങ്കമ്മേ മുട്ടത്തോട് നല്ലതാണ്. മുട്ട ആവശ്യമില്ലേലും പൊട്ടിച്ച് അതിന്റെ എന്തെല്ലാം കാണിച്ച്, എന്നിട്ടും അതാണ്ട കുരഞ്ഞു നിൽക്കുക. അതിൽ നിന്ന് 2 തണ്ടൂരി കടുക് മൂപ്പിക്കാന്ന് നീ അധികം കാണുകയല്ല. പക്ഷെ റോഡ് കഴിഞ്ഞോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടം പോലെ വളവ് ഇട്ട് കൊടുക്കുകയും വേണ്ട. ഈ ജാതി കുറച്ചേ കാണൂ. ചിന്നിച്ചെതറി കിടക്കുക. പാലമറ്റത്ത് കുറെ, മാന്നിലേലും കുറച്ച്, കുറുമ്പനാടത്തും അല്പം, വാകത്താനം ഏരിയയിലും പറ തോട്ടയ്ക്കാടും ഉത്തരപ്പള്ളിയിലുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം. ഒരു ജാതി ചിന്നിച്ചെതറി കിടക്കുന്നു. അടുത്ത വാക്യം വായിക്കും മോളെ. അവരുടെ ന്യായപ്രമാണങ്ങൾ, അതാ വിഷയം. അവരുടെ ന്യായപ്രമാണം മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വ്യത്യാസമാ, വേർപാടാ, വ്യത്യാസമാ. എല്ലാരും നടക്കുന്ന പോലെ, എല്ലാരും കാണിക്കുന്നത് പോലെ, എല്ലാരും ചെയ്യുന്നത് പോലെ, എല്ലാരും പറയുന്നത് പോലെ, എല്ലാരും പോകുന്നത് പോലെ പോകാൻ ദൈവമക്കൾക്ക് വ്യവസ്ഥയില്ല. അങ്ങനെ പോയാൽ പിന്നെ അവരും നമ്മളുമായിട്ട് എന്നാ വ്യത്യാസം? അവരും തെറി പറയുന്നത്, നമ്മളും തെറി പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡുള്ള തെറി പറയുന്നു, അവര് എന്തുവാ വ്യത്യാസം? അവര് തല്ലുന്നു, നമ്മളും തിരിച്ചു തല്ലുന്നു. എന്നാ വ്യത്യാസം? ഇത് വ്യത്യാസമാ. പ്രമാണമുണ്ട്. നമ്മുടെ മാതൃക യേശുവാ. തന്നെ ശകാരിച്ചിട്ട് തിരിച്ചൊന്നും ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ട് കഷ്ടപ്പെടുത്തി ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യവും പരമേൽപ്പിച്ച പരമവിശുദ്ധനാ ക്രിസ്തു. ആ യേശുവാണ് നമ്മുടെ മാതൃക. ഇങ്ങനെയാണ് ഇവര് തെസ്സലോനിക്ക വന്നത്. ഇനിയും എന്തുവായി? നിർത്തട്ടെ, സമയം 10 ആയില്ലേ? ആകുമ്പോ പറയണം. 10 ആയില്ലേ? നാട്ടുകാരെ കൊണ്ട് എന്നെ പ്രായിക്കാനാണോ? അവര് പറയാം അല്ലേലും അയാളുടെ തൊഴിൽ അതാ. 10 എന്നൊരു വാക്യമുണ്ട് അപ്പോസ്തല പ്രവൃത്തി. നിർത്തുക. ഞാൻ അവിടുത്തെ ഭാഷ അങ്ങ് പോയതാണ്. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ആ തെസ്സലോനിക്ക വന്നത്. ഇനി ആ ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇത് കഴിഞ്ഞ് പൗലോസ് 2 വട്ടം തെസ്സലോനിക്കയിലോട്ട് പോകാൻ ആഗ്രഹിച്ചു. സാത്താൻ തടഞ്ഞു. അപ്പൊ പൗലോസിന് മനസ്സിലായി ഇനി ഉടനെ തെസ്സലോനിക്കയിലോട്ട് പോകാൻ ഒക്കത്തില്ല. പൗലോസ് വേറൊരാളെ
വിളിച്ചേച്ച് പറഞ്ഞു, സഹോദരൻ തെസലോനിക്ക വരെ പോകണം. എന്തിനാ? ഞാൻ 3 ശബത്തിൽ പണ്ട് ശുശ്രൂഷിച്ചപ്പോൾ അവിടെ കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടു. നല്ല വിശ്വാസവും നല്ല പ്രത്യാശയും നല്ല വേർപാടും ഒക്കെ പാലിച്ചവരാ അന്ന്. അവരെല്ലാം ഇപ്പോഴും ആ പഴയ വേർപാടും വിശ്വാസവും പ്രത്യാശയിലൊക്കെ ഉണ്ടോ എന്നറിയാൻ ഞാൻ അങ്ങോട്ട് പോകാൻ 2 വട്ടം ആഗ്രഹിച്ചു. പക്ഷേ സാത്താൻ എന്നെ തടഞ്ഞു. അതുകൊണ്ട് ഇപ്പം ഉടനെ എനിക്ക് പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. ബ്രദർ അത്തറ്റ ഒന്ന് ചെല്ലണം, ചെന്ന് വസ്തുത അറിഞ്ഞേച്ച് തിരിച്ചു വരാൻ. വായിച്ചേ മോളെ, ഇതെല്ലാം വാക്യമാ. 3:5 വായിച്ചേ. 3:5 ഒന്നെടുത്ത്. ഇത് നിമിത്തം, അത് തന്നെ ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞ് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയി പോയോ എന്ന് ഭയപ്പെട്ടു. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. ഇപ്പോഴോ? അപ്പൊ ഒരാളെ അങ്ങോട്ട് അയച്ചു. 2 വട്ടം പോകാൻ ആഗ്രഹിച്ചു, സാത്താൻ തടഞ്ഞു. അത് 2:18 വായിച്ചേ. 2:18. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാനും ഞങ്ങൾ, വിശേഷാൽ പൗലോസായി ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസിനെ തടുത്തെന്ന് നമ്മളെ വിടുവോ? പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടയാളാ. പുള്ളി യാത്ര തടഞ്ഞു. 10-14 ലേഖനം പൗലോസ് എഴുതി. നമ്മൾ ഇന്ന് വരെ ഒരൊറ്റ ലേഖനം തീർത്ത് വായിച്ചിട്ടും സ്തോത്രം. ആ പൗലോസിന്റെ യാത്ര തടഞ്ഞു 2 വട്ടം. അതുകൊണ്ട് പൗലോസിന് മനസ്സിലായി ഉടനെ യാത്ര ഒക്കത്തില്ല. അതുകൊണ്ട് ഒരു സഹോദരനെ തെസലോനിക്കയിലേക്ക് അയച്ചതാരെയാ? തിമോത്തിയോസിനെയാ. വായിച്ചേ മോളെ. 3:1 പെട്ടെന്ന്. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിപ്പാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. അപ്പോൾ തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചു. തിമോത്തിയോസിനോട് പറഞ്ഞു അവിടെ ചെന്ന് വസ്തുത അറിഞ്ഞേച്ച് വരാൻ. അതിനാ തിമോത്തിയോസിനെ വിട്ടത്. അവൻ കറക്റ്റ് കാര്യം പറയും. നാടൻ ഭാഷയിൽ പറയാ, കള്ളിനും ചക്കരയ്ക്കും ചെത്തുകയില്ല. വേറൊരു ഭാഷ ഉണ്ട്. സായിപ്പിനെ കാണുമ്പോ കവാത്ത് ഇവിടെ വരുമ്പോ ഒരു ഉപദേശം, അവിടെ ചെല്ലുമ്പോ വേറൊരു ഉപദേശം. ഇല്ലില്ല. IPC-കാരും ചർച്ചക്കോടുകാരും അസംബ്ലീസ് കോടുകാരും വിളിക്കുമ്പോൾ ഫുൾ കൈ വെള്ള, അപ്പുറത്തുകാർ വിളിക്കുമ്പോ മനസ്സിലാകുന്നില്ലേ? എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ അതോ സഭയുടെ കൺവെൻഷൻ വരുമ്പോൾ ഭയങ്കര ഉപദേശം? ഏതാ? തിരുവല്ല ചർച്ചക്കോട്ടിന്റെ തിരുവല്ല സ്റ്റേജിലും കുമ്പനാട്ട് IPC-യുടെ സ്റ്റേജിലും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഇപ്പൊ പറന്തല അവിടുത്തെ സ്റ്റേജിലും ഷാരോന്റെ തിരുവല്ലയിലെ സ്റ്റേജിലും കരിയമ്പളാവിലെ അവിടുത്തെ സ്റ്റേജിലും അവിടെ ചെല്ലുമ്പോ ഭയങ്കര ഉപദേശം. അത് കഴിഞ്ഞേച്ച് വേറെ സ്ഥലത്ത് ചെല്ലുമ്പോ മനസ്സിലാകാഴിയാണോ? ഇവിടെ ഒരു ഉപദേശം, അമേരിക്ക ചെല്ലുമ്പോൾ വേറൊരു ഉപദേശം. അമേരിക്കയിലും കേരളത്തിലും എവിടെ ചെന്നാലും ഇതാ ഉപദേശം. ക്ലൈമറ്റിന് മാറ്റമുണ്ട്, ഭക്ഷണക്രമത്തിന് മാറ്റമുണ്ട്, വസ്ത്രധാരണത്തിനും വ്യത്യാസമുണ്ട്. ഇവിടുത്തെ വസ്ത്രമല്ലല്ലോ അമേരിക്കക്കാർ. കാരണം അവിടെ തണുപ്പാ, മഞ്ഞ് വീഴുക. ന്യൂയോർക്കിലും മറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കപ്പോഴും മഞ്ഞിന്റെ സമയത്ത് അങ്ങ് വീണ് കിടക്കുക. അന്നേരം അവര് ടൈയും കോട്ടും ഒക്കെ കെട്ടിയിരിക്കും. അത് കണ്ടോണ്ട് നമ്മൾ പാലമറ്റത്ത് മീനച്ചൂടിന് ടൈയും കെട്ടി. ഈ കൊടും ചൂടിന് പാലമറ്റത്ത് വന്നിരുന്ന് ഈ ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിയേച്ച് കരണ്ടുമില്ല. വല്ല കാര്യമുള്ള കാര്യമാണ്. അവരുടെ
ഭക്ഷണമാണോ നമ്മുടെ ഭക്ഷണം? അവരുടെ രീതിയിലാണ് ഭക്ഷണം. അമേരിക്കക്കാരൻ ചുമ്മാ ഇരിക്കുമ്പോഴും നട്ട്സാ കുറിക്കുന്നത്. നട്ട്സ് ഉണ്ട്, കാശുമുണ്ട്, സാഹചര്യമുണ്ട്, ഇല്ലയോ? പിന്നെ ബദാമും നട്ട്സും ഒക്കെ. പിന്നെ പൊളന്നിരിക്കുന്ന പിസ്ത എന്നല്ലേ തങ്കച്ചൻ ഭാഷേ? തെറ്റിയോ? അതാണോ നമ്മൾ ആഞ്ഞലിക്കാ കുരു. ആഞ്ഞലിയുടെ ഒട്ടി പോയിരിക്കും, അത് വീടിന് എടുത്ത് പിറക്കി. പണ്ടൊക്കെ ഉണ്ടായിരുന്നു വലിയ വറയട്ടി, അത് അടുപ്പിന്റെ സൈഡിൽ ഇങ്ങനെ ചാരി വെക്കും, ഇല്ലേമേ? ഇതിപ്പോ കണ്ട എല്ലാം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് വന്നതുപോലെ ഉള്ള മറയട്ടിയുടെ വങ്ക് പൊട്ടിയ വറയട്ടി വെച്ച് വറുത്തെടുത്ത തള്ളയായിരിക്കുന്നേ. വങ്ക് പൊട്ടിയ വറയട്ടി മനസ്സിലായില്ലേ? കണ്ടിട്ടുണ്ടോ? ഉള്ള ദൈവമേ, പണ്ടൊക്കെ അങ്ങനെ മംഗലം ഇല്ലേമേ? പറയമേ, മംഗലം കിടിഞ്ഞാച്ച് തുണി തിരികെ കയറ്റി തുണി. അത് കണ്ടിട്ടുള്ളവരും ചെയ്തിട്ടുള്ളവർ കൈ ഒന്ന് പൊക്കിക്ക്, കൈ ചോവിനെ പൊക്കി തള്ളേ. നിങ്ങളെ താഴ്ത്തി കെട്ടിയതല്ല, ഇതൊക്കെ അനുഭവിച്ചത്. ഇപ്പം സ്റ്റീൽ പാത്രമുണ്ട്, പോറിംഗ് പ്ലേറ്റ് ഉണ്ട്, പിന്നെ എന്തുവാ പിന്നെ അടി പിടിക്കാത്ത എന്തുവാ നോൺ സ്റ്റിക്ക് ആട്ടെ. കാരണം പുസ്തകത്തിൽ വാക്യം ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ യാക്കോബ് സന്തോഷിക്കണം കേട്ടോ, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയാ. അപ്പൊ ക്ലൈമറ്റിന് വ്യത്യാസം വരും, ഭക്ഷണക്രമത്തിനൊക്കെ വ്യത്യാസം വരും, വസ്ത്രധാരണത്തിനും വ്യത്യാസം വരും. പക്ഷെ പ്രമാണത്തിനൊരു മാറ്റവും ഇല്ല. എവിടെ ചെന്നാലും ഇതാ പ്രമാണം, എവിടെ ചെന്നാലും ഇതാ പ്രമാണം. നീ പ്രമാണത്തിൽ നിൽക്കണം. ഇതാ തനിച്ചു പാർക്കാൻ ഞാൻ ജാതികളുടെ കൂട്ടത്തിൽ വ്യവസ്ഥയാ. തിമോത്തിയോസിനെ വിടാൻ കാര്യം, ഇവനെ തിരിഞ്ഞു മറിഞ്ഞ് നിൽക്കുകയല്ല. ജോർജ് കുട്ടിയെ കാണുമ്പോ മനസ്സിലായില്ലേ? ജോർജ് കുട്ടി എന്ന് പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അലക്സാണ്ടറിനെ വിടാൻ പെട്ടുപോയോ? ഒക്കത്തില്ല. ചെമ്പുപണിക്കാരനാ, ഒരു മയവും മര്യാദയുള്ളവനല്ല അലക്സാണ്ടർ. പേരൊക്കെ നല്ലതാ. എന്തുവാ അലക്സാണ്ടർ? എന്തെങ്കിലും മര്യാദ. ദേമാസിനെ വിടാൻ പറ്റുമോ? ദേമാസ് അതിനാ അവൻ ലോകസ്നേഹിയാ, തെസ്സലോനിക്കേ പോയവനാ. ഒക്കത്തില്ല. പൗലോസ് കാഴ്ചപ്പാടുള്ള ആളായതുകൊണ്ട് പറഞ്ഞു തിമോത്തിയോസിനെ വിടാൻ. പുള്ളി അവിടെ ചെന്ന് വസ്തുത ഗ്രഹിച്ചിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, അച്ഛാ പണ്ടത്തെ പ്രത്യാശയൊന്നുമില്ല, പണ്ടത്തെ വിശ്വാസവും ഇല്ല, തന്നെയല്ല പണ്ടത്തെ മോഹമൊന്നും അല്ല, പരുവക്കേടാ. അതുകൊണ്ടാ പൗലോസ് ഒരു പ്രാർത്ഥന 3:10 വായിക്കും മോളെ. 3:10 എല്ലാം വചനത്തിൽ കൂടാ. ഇനി നിങ്ങളുടെ മുഖം കാണാനും. മുഖമൊന്നും അത്ര നല്ലതല്ല, അതുകൊണ്ട് അതൊന്ന് കാണണം. ഇനി നിങ്ങളുടെ മുഖം കാണാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനും. വിശ്വാസത്തിൽ കുറവ് സംഭവിച്ചു. വിശ്വാസത്തിൽ നേരത്തെ വിശ്വാസം വിശ്വപ്രസിദ്ധമാ, ഇപ്പൊ അത് കുറവായി. പിന്നെ ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു. വിശ്വാസത്തിൽ കുറവ് സംഭവിച്ചു. മാത്രമാണോ പ്രത്യാശയ്ക്കും ഭംഗം വന്നു. ഞാൻ നിർത്തുക. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ പറയുക, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. ഇന്ന് രാത്രി എന്റെ വാക്ക് നിർത്തുക. നമ്മുടെ പ്രത്യാശ എന്താ? യേശു വീണ്ടും വരും. ഇതാണ് നമ്മുടെ പ്രത്യാശ. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് രണ്ടാമത് പ്രത്യക്ഷപ്പെടാൻ പോകുക. ആരാ പ്രത്യക്ഷപ്പെടുമ്പോൾ എടുക്കപ്പെടുന്നത്? മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ട് അവിടുത്തെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അവിടുത്തെ വരവിന് വേണ്ടി നമുക്കൊന്നിരുങ്ങാം. യേശു വീണ്ടും വരും. ചിലർ താമസം എന്നൊക്കെ വിചാരിക്കുന്നില്ല. അവൻ അധികം താമസിക്കാതെ തിരുസഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും.